Good evening, students. എൻ്റെ പേര് റോസൻ എബ്രഹാം. കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് ട്രെയിനിങ് കോളേജിലെ സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നമ്മൾ നടത്തുന്ന കരിയർ ഗൈഡൻസ് ക്ലാസ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുവാനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. പ്രധാനമായും കൊമേഴ്സ് എടുത്ത് +1 +2 വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചാണ് ഞാൻ സെഷൻ നയിക്കുന്നത്. ഒപ്പം എൻ്റെ സുഹൃത്തുക്കൾ കൂടിയായ റോസ്മിയും ജസ്നയും ഹ്യൂമാനിറ്റീസ് ഓപ്ഷനെ കുറിച്ചും നിങ്ങളോട് ചർച്ച ചെയ്യുന്നതാണ്. സോ ആദ്യമേ ഞാൻ കൊമേഴ്സ് ഓപ്ഷൻ്റെ സാധ്യതകളെ കുറിച്ചാണ് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുള്ള സമയം വളരെ പരിമിതമാണ്. അതിനാൽ തന്നെ വളരെ ആഴത്തിലുള്ള ചർച്ച നമുക്ക് ഇവിടെ സാധ്യമല്ല. കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒത്തിരി സാധ്യതകൾ ഉണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് മുമ്പിലുള്ള പ്രധാന സാധ്യതകൾ നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുക, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, അതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ ഇതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സിലേക്ക് കടക്കുന്നത്. സോ നമുക്ക് ക്ലാസ്സിലെ പ്രധാന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. കൊമേഴ്സ് പ്രധാനമായും പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ഒരുപക്ഷെ നിങ്ങളുടെ ടീച്ചേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ടാകുന്ന ഏറ്റവും വലിയ സാധ്യത എന്നുള്ളത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ളതാണ്, CA. ഒരുപക്ഷെ നിങ്ങൾ CA എന്ന് കേട്ടിട്ടുണ്ടാകാം. സോ CA ഇന്ത്യയിൽ നടത്തുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ICAI ആണ് ഇന്ത്യയിൽ CA എക്സാം നടത്തുന്നതാണ്. അവരാണ് ഒരു വ്യക്തിയെ CA ആയിട്ട് നോമിനേറ്റ് ചെയ്യുന്നത്. സോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് പെയ്ഡ് ജോബുകളിൽ ഒന്നാണ് CA എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ CAക്ക് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ഏതെല്ലാം വിഷയങ്ങളാണ് പഠിക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കേണ്ട വിഷയങ്ങൾ ടാക്സേഷൻ ഉണ്ട്, ഓഡിറ്റിംഗ് ഉണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അക്കൗണ്ടിങ്, ഇവയെല്ലാമാണ് പ്രധാനമായിട്ട് ഇതിൽ വരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ ഇതൊക്കെ നിങ്ങൾ CAയിൽ പഠിക്കാനുണ്ട്. പിന്നെ ഒരു CA കാരനാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു CA കാരി ആവുകയാണ് എങ്കിൽ, അതായത് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുകയാണ് എങ്കിൽ നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള ജോലിയാണ് ചെയ്യുന്നത്? അക്കൗണ്ടിംഗ് ഉണ്ട്, ടാക്സേഷൻ ഉണ്ട്, ഓഡിറ്റിംഗ് ഉണ്ട്, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ റെക്കോർഡ്സ് സൂക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, ഡോക്യുമെന്റ്സ് ഇവയെല്ലാം തയ്യാറാക്കുകയും ഇവയെല്ലാം റിവ്യൂ ചെയ്യേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇതുകൂടാതെ മറ്റ് അനവധി ഉത്തരവാദിത്തങ്ങളും CAക്കുണ്ട്. സോ CA ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. ഇത്തരം ആവശ്യങ്ങൾ എല്ലാവരുടെയും മുമ്പിലുണ്ട്. കാരണം നമ്മളെല്ലാവരും ജീവിക്കുന്നത് സാമ്പത്തികമായിട്ട് ഉന്നതി പ്രാപിക്കാൻ വേണ്ടി. അപ്പൊ സമ്പത്തില്ലാതെ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ആരുടെയും ജീവിതത്തിലില്ല. എല്ലാവരുടെയും ജീവിതത്തിലൂടെ സമ്പത്ത് എന്ന് പറയുന്ന കാര്യം കടന്നു പോകുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് ഒത്തിരിയാണ്. സോ CA എന്നുള്ളത് വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പണ്ട് കാലങ്ങളിൽ CA ക്ലിയർ ആവുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്ന് അത് മാറി. ഇന്ന് നിരവധി വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ആസ്പിറൻസ് CA ക്ലിയർ ആവുന്നുണ്ട്. CAയുടെ ഫൈനൽ ക്ലിയർ ആവുന്നില്ല എന്ന് നിങ്ങൾ കരുതുക. നിങ്ങൾ ഇന്റർമീഡിയറ്റ് ആണ് നിങ്ങൾ ക്ലിയർ ആവുന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് ഒട്ടനവധി സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതും വളരെ നല്ല സാലറിയോടുകൂടി തന്നെ നിങ്ങളെ പല കമ്പനികളും അപ്പോയിന്റ് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത. സോ CA ഒരു നല്ല ഓപ്ഷനാണ്. പക്ഷെ നിങ്ങൾക്ക് അതിന് വേണ്ടത് നല്ല ഡിറ്റർമിൻ ആയിട്ട് തന്നെ നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കണം. കഷ്ടപ്പെട്ട് നിങ്ങൾ അതിനുവേണ്ടി പഠിക്കാൻ തയ്യാറാകണം എന്നുള്ളത് മാത്രമാണ്. CA പെട്ടെന്നൊന്നും കിട്ടണമെന്നില്ല. ഇറ്റ് മേ ടേക്ക് ടൈം. സോ നിങ്ങൾ കിട്ടുന്നത് വരെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ അധ്വാനിച്ച് ശ്രമിച്ചുകൊണ്ടേയിരുന്നാൽ നിങ്ങൾക്ക് ഫൈനലി എന്തായാലും ഇത് ക്ലിയർ ആവാൻ സാധിക്കുമെന്നതിൽ തർക്കമില്ല. പക്ഷെ നിങ്ങളത് മറ്റൊരു ഡിസ്ട്രാക്ഷനും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ നിങ്ങൾ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കണം എന്നുള്ളത് മാത്രമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള കാര്യം. സോ CAയുടെ എക്സാമിന് നമുക്കറിയാം 3 ഫേസസ് ആണുള്ളത്. +2 കഴിഞ്ഞ് നിങ്ങൾ CAയിലേക്ക് നേരിട്ട് കടക്കുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ CPT എന്ന് പറയുന്ന എക്സാം ഉണ്ട്. അത് നിങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ അതിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇത് ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ്
ഈ പറയുന്ന ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഇവിടെ ആവശ്യമായി വരിക. അതല്ല നിങ്ങൾ BCom അല്ലെങ്കിൽ ഒരു ഗ്രാജുവേറ്റ് ആയി തീരുകയാണ് എങ്കിൽ +2 കഴിഞ്ഞിട്ട് നിങ്ങൾ CA നോക്കുന്നില്ല, മറിച്ച് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് CA ആവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് IPCC അതായത് ഇന്റർമീഡിയറ്റ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് കടക്കുവാൻ സാധിക്കും. അത് ക്ലിയർ ആയാൽ തന്നെ നിങ്ങൾക്ക് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിനുശേഷം നിങ്ങൾ CAയുടെ ഫൈനൽ എക്സാമിന് വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യണം. സോ ഫൈനൽ നിങ്ങൾ ക്ലിയർ ആയാൽ നോ ഡൗട്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അത്രയും നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കുണ്ട്. സോ ഈവൻ ഒരു ഇന്റർ ക്ലിയർ ആവുന്ന വ്യക്തിക്ക് പോലും ഇന്ത്യയിൽ തുടക്കത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞത് വാർഷിക വരുമാനമായി 6-7 ലക്ഷം രൂപ വരെ കിട്ടാവുന്ന സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾക്കത് വലിയ വലിയ തലത്തിലേക്ക് ലക്ഷങ്ങൾ മാസാമാസം സമ്പാദിക്കാവുന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് ഒരു CA എന്ന നിലയിൽ വളരാൻ സാധിക്കും. അതിലൊരു സംശയവുമില്ല. പക്ഷെ നിങ്ങളുടെ വർക്ക് പോലെയിരിക്കും. സോ കൊമേഴ്സ് നമ്മുടെ മുമ്പിലേക്ക് ഓപ്പൺ ചെയ്തു തരുന്ന ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് CA എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് ഞാനിവിടെ പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ എന്നതിനെ കുറിച്ചാണ്. സോ എന്താണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ചെയ്യുന്നത്? സോ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ അഡ്വൈസസ് ഓർ സജസ്റ്റ് ദ ഓർഗനൈസേഷൻ ഓൺ ഇഷ്യൂസ് സച്ച് ആസ് ഇൻവെസ്റ്റ്മെന്റ്, മണി ഓർ സേവിങ്സ്. സോ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ വാക്കുകളൊക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ബേസിക്കലി അറിയാം ഇൻവെസ്റ്റ്മെന്റ് ഒരു ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. സോ അതുമായി ബന്ധപ്പെട്ടുള്ള അതിനെക്കുറിച്ചുള്ള മണി കാര്യങ്ങൾ, ക്യാഷ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സേവിങ്സ്, ഇവയെക്കുറിച്ചൊക്കെ അഡ്വൈസ് നൽകുന്ന ഉത്തരവാദിത്തമാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറിനുള്ളത്. സോ ഇവര് ഫിനാൻഷ്യൽ റെക്കമെൻഡേഷൻസ് നൽകുകയാണ് ഓരോ ഓർഗനൈസേഷൻസിനും. എന്തിനു വേണ്ടിയിട്ടാണ്? റിസോഴ്സസ് ഒപ്റ്റിമം ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്കറിയാം ഓരോ ഓർഗനൈസേഷനും അവരുടേതായ ഗോളുകളുണ്ട്. ആ ഗോളുകൾ നേടിയെടുക്കുവാൻ അവരുടെ റിസോഴ്സസിനെ അവർ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കണം. ഓവറായിട്ട് റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യും, അത് പ്രശ്നങ്ങളിലേക്കും നഷ്ടത്തിലേക്കും ഒക്കെ വരാം. അതില്ലെങ്കിൽ വളരെ കുറച്ചാണ് അവരുടെ റിസോഴ്സിനെ യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിലും അത് അവർക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കണമെന്നില്ല. സോ എപ്പോഴും അവരുടെ റിസോഴ്സസിനെ ഒപ്റ്റിമമായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ലെവലിൽ നിർത്തിക്കൊണ്ട് വികസനം നടത്താനും അവർക്ക് അഡ്വൈസ് കൊടുക്കുവാനും ഒക്കെ കഴിയേണ്ട ഇത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറിന്റെ ഉത്തരവാദിത്തമാണ്. സോ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ helps companies to make sound decisions regarding investment with the motive of increasing the value of their assets. So ഓരോ കമ്പനിയുടെ അസറ്റ്സിന്റെ വാല്യൂ കൂട്ടുവാൻ തക്കവണ്ണമുള്ള നല്ല നല്ല ഡിസിഷൻസ് എടുക്കുവാനും അവരെ അഡ്വൈസ് ചെയ്യാനും ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറിന് സാധിക്കണം. സോ ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ കൂടുതലും കേട്ടിരിക്കുന്നത് CA കുറിച്ചാണ്. ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ഒരുപക്ഷെ CAനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് സാലറി തുറന്നു തരുന്ന ഒരു മേഖലയാണ്. സോ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു MBA എടുക്കണം. MBA ഇൻ ഫിനാൻസ്, അതാണ് ഏറ്റവും നല്ല ഒരു കോഴ്സ്. അത് ഇന്ത്യയിലെ ഏറ്റവും നല്ല MBA പഠിക്കാൻ പറ്റിയ സ്ഥാപനം IIM ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. സോ അതിന് നിങ്ങൾ എൻട്രൻസ് എക്സാമിനേഷൻ, CAT എക്സാമിനേഷൻ ഒക്കെ എഴുതി നല്ല സ്കോറിൽ നിങ്ങൾ ക്ലിയർ ആയി എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് IIM-ൽ പഠിക്കാൻ സാധിക്കുക. IIM-ൽ നിന്ന് നിങ്ങൾ MBA ഫിനാൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ വലിയ കമ്പനീസ് നിങ്ങളെ അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോകും. സോ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ ലക്ഷങ്ങൾ ഒരു മാസം നിങ്ങൾക്ക് ലക്ഷത്തിന് മേലെയുള്ള സാലറി നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് പീരീഡിൽ തന്നെ ലഭിക്കും. സോ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറിന് സാധാരണഗതിയിൽ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഇന്ത്യയിൽ ആവറേജ് 25 ലക്ഷം രൂപയൊക്കെ ഒരു വർഷം അവർക്ക് സമ്പാദിക്കാൻ സാധിക്കും. സോ നിങ്ങൾ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് MBA ഫിനാൻസിൽ നിങ്ങൾ ഗ്രാജുവേറ്റ് ആയി തീരുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് നിങ്ങൾ ഓർത്തു വയ്ക്കുക. മൂന്നാമതായിട്ട് കോസ്റ്റ് അക്കൗണ്ടന്റ്. സോ കോസ്റ്റ് അക്കൗണ്ടന്റിനെ കുറിച്ച് പറയുമ്പോൾ, സോ നമുക്കറിയാം നിങ്ങളെ എക്കണോമിക്സ് പഠിക്കുന്നവരാണ്. ഒരുപക്ഷെ +1 നിങ്ങൾ കോസ്റ്റ് തിയറി പഠിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കൂടുതലും നമ്മൾ +2 അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സ് നിങ്ങൾ പഠിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കോസ്റ്റ് തിയറിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ടാവും. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ഇൻ സെറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് ദ ഐറ്റം ദാറ്റ് ഹാസ് ബീൻ മാനുഫാക്ചർഡ്. അതായത് നമുക്കറിയാം മാനുഫാക്ചർ ചെയ്യുന്ന
ഓരോ പ്രോഡക്റ്റിനും അതിനൊരു കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റിനെ ബേസ് ചെയ്ത് അതിൻ്റെ കൃത്യമായിട്ടുള്ള കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, കോസ്റ്റ് കുറച്ചു കൊണ്ടുവരിക, അങ്ങനെ നല്ല കോമ്പറ്റീറ്റീവ് പ്രൈസിൽ ഒരു കമ്പനിക്ക് നല്ല ലാഭം, നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഒരു കോസ്റ്റ് അക്കൗണ്ടന്റിന്റെ ഉത്തരവാദിത്തം. ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാനം വഹിക്കുന്നുണ്ട്. കാരണം ഒരു കമ്പനി നഷ്ടത്തിലേക്ക് ലാഭത്തിലേക്കും കൊണ്ടുവരാൻ ഒരു കോസ്റ്റ് അക്കൗണ്ടിന് സാധിക്കും. നിങ്ങൾ നല്ല മിടുക്കനായ അല്ലെങ്കിൽ മിടുക്കിയായ ഒരു കോസ്റ്റ് അക്കൗണ്ടായി തീരുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയെ നല്ല ലാഭത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. സോ നിങ്ങളിലാണ് ആ കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. സോ ഓരോ ബിസിനസ് ഓർഗനൈസേഷനും ഓരോ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും ക്വാളിറ്റി പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. സോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വളരെ നല്ല ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് അത് നൽകുന്നത്. സോ ഇന്ത്യൻ കോസ്റ്റ് അക്കൗണ്ട് വർക്ക് അസോസിയേഷൻ ICWA ആണ് കോസ്റ്റ് വർക്ക്സ് അക്കൗണ്ടിങ് കോഴ്സുകൾ മോണിറ്റർ ചെയ്യുന്നത്. അവരുടെ സർട്ടിഫിക്കേഷനോട് കൂടിയാണ് നിങ്ങളൊരു കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിത്തീരുന്നത്. ഈ എക്സാമിനും 3 ഫേസസ് ഉണ്ട്. ഫൗണ്ടേഷൻ കോഴ്സ്, +2 കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അതിന് ശ്രമിക്കുന്നതെങ്കിൽ ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ടാണെങ്കിൽ അതിന് ഇന്റർ ഉണ്ട്. ദെൻ ഫൈനൽ കൂടി ഈ ഒരു കോഴ്സിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്തതായിട്ട് ഫിനാൻഷ്യൽ പ്ലാനർ. ഫിനാൻഷ്യൽ പ്ലാനർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ പ്ലാനിംഗ് പാർട്ട്ണറായി തീരുകയാണ് നിങ്ങൾ. സോ ഒരു കമ്പനിയുടെ പ്ലാനിംഗ് പാർട്ട്ണർ, എല്ലാ കാര്യത്തിലും നിങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഫിനാൻസിന്റെ മാറ്റേഴ്സിൽ എല്ലാ പ്ലാനിങ്ങും നടത്തുന്നത് നിങ്ങളുടെ വാക്കുകളിന് അവർ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സോ ഒരു ഓർഗനൈസേഷന്റെ ഷോർട്ട് ടേം ആസ് വെൽ ആസ് ലോങ് ടേം ഗോൾസിനെ നിശ്ചയിക്കുന്നത് ഫിനാൻഷ്യൽ പ്ലാനറാണ്. അതായത് ഒരു പ്ലാനാണ് ഫിനാൻസിനെ എപ്രകാരം ഉപയോഗിക്കണം, ഷോർട്ട് ടേമിൽ എന്തോരും ഏതെല്ലാം മേഖലകളിൽ അവർ വേണ്ടതായിട്ടുള്ള രീതിയിൽ അവർ പ്ലാൻ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ ലോങ് ടൈമിൽ അവരെങ്ങനെ അവരുടെ ഫിനാൻസ് മെയിൻറ്റെയിൻ ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഫിനാൻഷ്യൽ പ്ലാനറാണ്. സോ എ ഫിനാൻഷ്യൽ പ്ലാനർ വർക്ക്സ് ടു ഗെറ്റ് എ കംപ്ലീറ്റ് പിക്ചർ ഓഫ് ദ അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇൻകം ആൻഡ് എക്സ്പെൻസസ് ത്രൂ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ഡേറ്റ അവൈലബിൾ. സോ ഓരോ കമ്പനിയുടെ ഡേറ്റയെ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളെയും ബേസ് ചെയ്തിട്ട് ഓരോ കമ്പനിയുടെ അസറ്റ്സ് എന്താണ്, അവരുടെ ലയബിലിറ്റീസ് എന്താണ്, ഇൻകം എന്താണ്, എക്സ്പെൻസസ് എന്താണ്, ഇവയെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പഠിച്ച് ഭാവിയിലേക്ക് അവരെപ്രകാരം അവരുടെ ഗോൾസ് അറ്റൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലത്തെ അസറ്റ്സ് എന്താണ്, ലയബിലിറ്റീസ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി ഷോർട്ട് ടൈമിൽ നമ്മൾ എങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യത്തെ വെച്ചുകൊണ്ട് നമ്മുടെ എയിമിലേക്ക് എത്തിച്ചേരാം, അതുപോലെ ഈ സാഹചര്യത്തിൽ നിന്ന് ഈ ഷോർട്ട് ടൈം ഗോളുകൾ അറ്റൈൻ ചെയ്തുകൊണ്ട് എങ്ങനെ ലോങ് ടൈമിലേക്ക് ഇവരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഫിനാൻഷ്യൽ പ്ലാനേഴ്സ് ആണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കൊമേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒത്തിരി നല്ല വ്യത്യസ്തമായ ഓപ്പർച്യൂണിറ്റീസിൽ പെട്ട ഒന്നാണ് ഫിനാൻഷ്യൽ പ്ലാനർ ആവുക എന്നത്. സോ ഇതിന് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ കോഴ്സസ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നടത്തുന്നുണ്ട്. അത് നിങ്ങൾ ക്ലിയറായി നിങ്ങൾക്ക് നല്ല നല്ല കമ്പനികളിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. സോ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നൽകുക എന്നുള്ളതാണ്. സോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറയുന്ന ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് ഇത്തരം ജോലികൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ സന്തോഷം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇന്റർനെറ്റിലും യൂട്യൂബിലും ഒക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വായിക്കുകയും ഒക്കെ ചെയ്യുവാനുള്ള അവസരം ഇന്ന് നമ്മുടെ വിരൽ തുമ്പിലുണ്ട് അല്ലേ. അടുത്തതായിട്ട് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ള മറ്റൊരു സാധ്യതയാണ് കമ്പനി സെക്രട്ടറി. ഒരുപക്ഷെ CA, കമ്പനി സെക്രട്ടറി ഒക്കെ എല്ലാവരും പൊതുവെ പറയുന്ന കാര്യങ്ങൾ. പ്രധാന ഉത്തരവാദിത്വം ടാക്സ് റിട്ടേണുകൾ ഒക്കെ കൃത്യമായിട്ട് ഫയൽ ചെയ്യേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. സോ അതുപോലെ ഇവരുടെ ബോർഡ് അംഗങ്ങളെ, അതായത് കമ്പനിയുടെ ബോർഡ് അംഗങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൈമാറേണ്ടത് ഈ പറയുന്ന കമ്പനി സെക്രട്ടറിയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഓരോ കമ്പനിയും നിയമത്തിന് അതീതമായിട്ട് ആയിരിക്കണം പ്രവർത്തിക്കുന്നത്. ഓരോ തരം കമ്പനികൾക്ക് ഓരോരോ മാനദണ്ഡങ്ങളുണ്ട്, ഓരോരോ നിയമങ്ങളുണ്ട്. നമ്മുടെ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങളാണ്, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഏജൻസീസ് നിശ്ചയിക്കുന്ന പല നിയമങ്ങളുണ്ട്. അതിനനുസരിച്ചിട്ടാണോ, അതുപോലെ ഒരു എത്തിക്കൽ പ്രാക്ടീസസ് അവരവരുടെ ബിസിനസ്സിൽ നടപ്പിലാക്കുന്നുണ്ടോ. നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് ഒക്കെ പഠിക്കുന്നവരാണ്,
ഇപ്പോൾ ബിസിനസ് സ്റ്റഡീസിൽ ബിസിനസിന്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു ഭാഗമാണ് ബിസിനസ് എത്തിക്സ്. അപ്പം എത്തിക്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം നല്ലതിനെ കുറിച്ചും തെറ്റായതിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന വിഷയമാണ്. സോ നല്ല നല്ല കാര്യങ്ങൾ, നമ്മൾ നല്ല നല്ല പ്രാക്ടീസസ് നമ്മുടെ ബിസിനസ്സിൽ വേണം. സോ അത്തരം രീതിയിൽ നമ്മളുടെ കമ്പനി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തുന്നത് കമ്പനി സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഈ ICSI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ, ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ദാറ്റ് റെഗുലേറ്റ് ദ പ്രൊഫഷൻ ഓഫ് കമ്പനി സെക്രട്ടറി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കമ്പനി സെക്രട്ടറി ആയ നിങ്ങളുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു വർഷം 6 ലക്ഷം മുതൽ 7 ലക്ഷം രൂപ വരെ നമ്മുടെ നാട്ടിൽ സമ്പാദിക്കാൻ സാധിക്കും. ഇൻ ദ ബിഗിനിങ് ആവറേജ് ലെവലിൽ നിങ്ങൾക്ക് അതിന് സാധിക്കും. നല്ല നല്ല കമ്പനികളിലാണെങ്കിൽ നിങ്ങളുടെ ശമ്പളമൊക്കെ വളരെ ഉയർന്ന തരത്തിലായിരിക്കും എന്നുകൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇതും 3 തരത്തിലാണുള്ളത്. ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട് +2 കഴിഞ്ഞ കുട്ടികൾക്ക്. പിന്നെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം ഫോർ ഗ്രാജുവേറ്റ്സിനുള്ളത്, അത് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ അതിന് പറയുന്ന പേര് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം ആണ്. സോ ഇവിടെ +2 കഴിഞ്ഞവർക്ക് ഫൗണ്ടേഷൻ പ്രോഗ്രാം, ഡിഗ്രി കഴിഞ്ഞിട്ട് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം, ആൻഡ് ദർ ഇസ് എ പ്രൊഫഷണൽ പ്രോഗ്രാം ഇഫ് യു കംപ്ലീറ്റ് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുള്ള പ്രൊഫഷണൽ പ്രോഗ്രാം കൂടി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് പ്രധാനമായിട്ടും ഉള്ള മറ്റൊരു മേഖലയാണ് ഇൻഷുറൻസ്. സോ ബേസിക്കലി ഒരു ഇൻഷുറൻസ് പ്രൊഫഷണൽ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം ഒരു മീഡിയേറ്റർ ആണ്. ഒരു ഇൻഷുറൻസ് പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഒരു മീഡിയേറ്റർ ആണ്. സോ ഹീസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ ഇൻഷുറൻസ് കമ്പനീസ് ആൻഡ് കസ്റ്റമേഴ്സ്. സോ നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിൽ ഒത്തിരി ഇൻഷുറൻസസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ എടുക്കുന്ന ഒരു ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. അതല്ലെങ്കിൽ പിന്നെ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, LIC. അതുപോലെ വിവിധ കമ്പനികളുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അതുപോലെ നമുക്കറിയാം നമ്മുടെ വെഹിക്കിൾസിന് ഇൻഷുറൻസ് ഉണ്ട്. പല കാര്യങ്ങൾക്കും ഇന്ന് നമ്മൾ ഇൻഷുർഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഇൻഷുറൻസ് വളരെയധികം വളരുന്ന ഒരു മേഖലയാണ്. പണ്ട് കാലങ്ങളിൽ വളരെ കുറച്ച് ആളുകളായിരുന്നു ഇൻഷുറൻസ് എടുക്കുന്നത്. ഇന്ന് പക്ഷെ അതല്ല. ഇന്ന് എല്ലാവരും തന്നെ നമ്മുടെ നാട്ടിൽ ഇൻഷുറൻസ് എടുക്കുന്നവരാണ്. സോ ഇൻഷുർഡ് ആവാൻ ശ്രമിക്കുന്നവരാണ്. സോ പല ഇൻഷുറൻസ് പോളിസീസ് നമുക്ക് അവൈലബിൾ ആണ് പല തലത്തിൽ. സോ അതുകൊണ്ട് തന്നെ ഇനി ഭാവിയിൽ ഒത്തിരി സാധ്യതകൾ, ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ഇൻഷുറൻസ് എന്ന് കൂടി നിങ്ങൾ അറിഞ്ഞു വയ്ക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ സ്റ്റോക്ക് ബ്രോക്കറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നിങ്ങളൊക്കെ ഒരുപക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകാം. നമുക്കറിയാം പത്രത്തിലും TV-ലും ഒക്കെ പലപ്പോഴും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ഇൻഡെക്സുകളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. BSE, സെൻസെക്സ് ഒക്കെ നിങ്ങൾ നിഫ്റ്റി എന്നുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. സോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഉയർച്ച നമുക്ക് നല്ല മുന്നേറ്റം തരുന്ന ഒരു കാര്യമാണ്. സോ നമുക്കറിയാം ഇന്ന് ഒത്തിരി ആളുകൾ നമ്മുടെ നാട്ടിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നവരാണ്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റിൽ സിറ്റുവേഷൻസ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓൺ എ ഡെയിലി ബേസിസ് ഇത് മാറ്റം വന്നുകൊണ്ടിരിക്കുക. ഡെയിലി ബേസിസ് തന്നെ രാവിലത്തെ അവസ്ഥ ആയിരിക്കണമെന്നില്ല, ഉച്ചത്തെ അവസ്ഥയല്ല, ഉച്ച കഴിഞ്ഞുള്ള അവസ്ഥ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ നിമിഷ നേരങ്ങൾ കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉയർച്ചയും താഴ്ചയും വൻ ഇടിവുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് എപ്പോഴും തന്നെ ഒരു സ്റ്റോക്ക് ബ്രോക്കർ മാർക്കറ്റിന്റെ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെന്റിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. സോ നല്ല ഇൻഫോംഡ് ആയിരിക്കണം. അതുപോലെ വളരെ സൂക്ഷിച്ച് വേണം സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുവാൻ. സോ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ലാഭവും ഉണ്ടാവും, നഷ്ടവും ഉണ്ടാകാം. ഇറ്റ് ഡിപ്പെൻസ്. പക്ഷെ വലിയ നഷ്ടങ്ങളിലേക്കൊക്കെ വീണു പോകുന്നവരുണ്ട്. അത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാത്തവരാണ്. സോ കൊമേഴ്സ് കഴിഞ്ഞവർക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊക്കെ ഒത്തിരി പഠിക്കാൻ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾക്കാണ് കൂടുതലുള്ളത്. സ്റ്റോക്ക് ബ്രോക്കർ ആവാൻ വേണ്ടി കൊമേഴ്സ് പഠിക്കണമെന്നും അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിദ്യാഭ്യാസ യോഗ്യതയൊന്നും വേണ്ട. ആർക്കും വേണമെങ്കിലും സ്റ്റോക്ക് ബ്രോക്കർ ആവും. പക്ഷേ ആ വ്യക്തിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവും ധാരണകളും ഒക്കെ വേണം. അതിനെക്കുറിച്ച് പഠിക്കാൻ കഴിയണം. സോ അത് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തുറന്നു കൊടുക്കുന്നത് കൊമേഴ്സ് സ്റ്റുഡൻസിനാണ്. ഇവിടെ നമുക്ക് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒത്തിരി റോൾസ് ഉണ്ട്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ അഡ്വൈസർ, ഡീലർ, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ, ഫണ്ടമെന്റൽ അനലിസ്റ്റുകൾ, ഇക്വിറ്റി അഡ്വൈസറുകൾ, അങ്ങനെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലുണ്ട്.
സോ കൊമേഴ്സ് ഓപ്ഷൻ പഠിക്കുന്നവർക്ക് നല്ല ഒരു സാധ്യതയുള്ള മേഖലയാണ് സ്റ്റോക്ക് ബ്രോക്കർ ആവുക എന്നുള്ളത്. അടുത്തതായിട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ്. സോ കമ്പനി മാനേജേഴ്സിനെ സംബന്ധിച്ചോളം അവർക്ക് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് കൊടുക്കുക, അവർക്ക് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങോട് ഉദ്ദേശിക്കുന്നത്. അവിടെ നിങ്ങൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ നാട്ടിലും പുറത്തുമൊക്കെ ആയിട്ട് നൽകുന്നുണ്ട്. ആ കോഴ്സുകൾ നിങ്ങൾ ക്ലിയർ ആവുക, ഇത് പാസ്സാവുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾക്ക് നല്ല സാലറി കിട്ടുന്ന ഒരു മേഖല തന്നെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായിട്ട് വരുന്നത് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു മേഖലയാണ് ബാങ്കിങ്. സോ കൊമേഴ്സ് കഴിഞ്ഞവർക്ക് ബാങ്കിങ്ങിൽ ഒത്തിരി സാധ്യതകളുണ്ട്. സോ ബാങ്കിങ്ങും കൊമേഴ്സും ഒത്തിരി റിലേറ്റഡ് ആണ്. നമുക്കറിയാം ഒത്തിരി നാഷണലൈസ്ഡ് ബാങ്ക്സ് ഉണ്ട്. ഈവൻ ദോ നാഷണലൈസ്ഡ് ബാങ്ക്സ് പലതും അമാൽഗമേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ എക്കണോമി കൂടുതൽ ഒഫീഷ്യൽ മണി മാർക്കറ്റിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജനസംഖ്യയിലുള്ള ആളുകളെല്ലാം. സോ നമുക്ക് ജൻധൻ യോജനയൊക്കെ വന്നതോടുകൂടി ഒത്തിരി ആളുകൾ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിയിരിക്കുന്നു. ഇനി ഭാവിയിൽ അത് വർദ്ധിച്ചു വരികയുള്ളൂ. സോ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്, നമ്മുടെ നാട് വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒത്തിരി ആളുകൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ആവും. സോ ഒത്തിരി ബ്രാഞ്ചസ് വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുണ്ടാകും. സോ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ബാങ്കിങ് മേഖലയിൽ. സോ അതിനുവേണ്ടി നിങ്ങൾക്ക് ഇപ്പോഴേ തന്നെ വേണ്ടതായിട്ടുള്ള ബേസിക് പ്രിപ്പറേഷൻസ് നിങ്ങളുടെ എഡ്യൂക്കേഷനോടൊപ്പം നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. IBPS ഒക്കെ എക്സാം വിവിധ ബാങ്കുകളിലേക്കായിട്ട് നടത്തുന്നുണ്ട്. അതിൻ്റെ പ്രിലിമിനറി ഉണ്ട്, പിന്നെ ഫൈനൽ സ്റ്റേജ് മെയിൻസ് എക്സാമിനേഷൻസ് ഉണ്ട്. അതുകൂടാതെ ഇൻ്റർവ്യൂവും നടത്തിയാണ്. ചില ന്യൂ ജനറേഷൻ ബാങ്കുകളെല്ലാം എക്സാം പ്രോസസ് ഇല്ലാതെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി ക്യാമ്പസ് സെലക്ഷൻ വഴിയൊക്കെ ബാങ്കുകളിലേക്ക് ക്ലറിക്കൽ പോസ്റ്റിലേക്കും മറ്റ് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റുകളിലേക്കും ഒക്കെ നിയമനം നടത്താറുണ്ട് ത്രൂ ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഇൻ്റർവ്യൂസ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന മേഖലയാണ്. തീർച്ചയായും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾക്ക് അത് ഒത്തിരി അഡ്വാൻറ്റേജ് ആയിരിക്കും എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ ഇനി ഗ്രാജുവേഷനിലേക്കാണ് നിങ്ങൾ +2 കഴിഞ്ഞിട്ട് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന വിഷയങ്ങളാണ് ബികോം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി സാധ്യതകളുണ്ട്. കാരണം ഒരു അക്കൗണ്ടന്റ് ഇല്ലാത്ത ഒരു സ്ഥാപനവും നമ്മുടെ നാട്ടിലില്ല. അതായത് ഏതൊരു സ്ഥാപനം എടുത്താലും അവിടെ ഒരു അക്കൗണ്ടന്റ് ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ ബികോം കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അതുമായി ഓറിയന്റഡ് ആയിട്ട് ടാലി പോലെയുള്ള മറ്റ് കോഴ്സുകളൊക്കെ നിങ്ങൾ പഠിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അതുപോലെ PDFAS, DIFA തുടങ്ങിയ കമ്പ്യൂട്ടർ ഓറിയന്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് കോഴ്സുകളൊക്കെ നമുക്ക് ലഭ്യമാണ്. അത്തരം കോഴ്സുകളൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ജോലി ബികോം കഴിയുമ്പോൾ സുഖമായിട്ടും ലഭിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഗ്രാജുവേഷനിൽ നിങ്ങൾക്ക് അടുത്തെടുക്കാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് BBA ആണ്, ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. MBA ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ കൊമേഴ്സിന് ശേഷം നിങ്ങൾക്ക് BBAക്ക് പോകാം. അതല്ല നിങ്ങൾക്ക് മറ്റേതെങ്കിലും ബികോം പഠിച്ചിട്ടാണെങ്കിലും MBAക്ക് പോകാം. ഒരു കുഴപ്പമില്ല, ഏത് ഡിഗ്രി എടുത്താലും നിങ്ങൾക്ക് MBAക്ക് പോകാം. പക്ഷെ നിങ്ങൾ MBA മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്, അതിലേക്ക് മാത്രമേ നിങ്ങൾ പോവുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് താല്പര്യം BBA തന്നെയാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BBA എടുക്കാം. അതുപോലെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ എക്കണോമിക്സ് പഠിക്കുന്നവരാണ് +1 +2. സോ നിങ്ങൾക്ക് BA എക്കണോമിക്സ് എടുക്കാം. എക്കണോമിക്സ് നല്ലൊരു വിഷയമാണ്, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉള്ള വിഷയമാണ്. പക്ഷെ അത് നിങ്ങൾ കേരളത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ നിന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഡിഗ്രിയും PGയും കേരളത്തിന് വെളിയിലൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല എക്സ്പോഷർ കിട്ടും. BA എക്കണോമിക്സ് കഴിഞ്ഞവരെയും പല ബാങ്കുകളിലും പല കീ പോസ്റ്റുകളിൽ എക്കണോമിസ്റ്റുകളായിട്ട് നിയമിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഗേറ്റ് എക്സാം ഒക്കെ എക്കണോമിക്സിൽ എഴുതാം. PG വഴി നിങ്ങൾക്ക് റിസർച്ച് നല്ല നല്ല IITസിൽ നിങ്ങൾക്ക് MA എക്കണോമിക്സ് ഒക്കെ ചെയ്യാൻ സാധിക്കും. കഴിവതും നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ പോയി പഠിക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. ഞാൻ എക്കണോമിക്സിൽ മാസ്റ്റേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. സോ എൻ്റെ എക്സ്പീരിയൻസസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കേരളത്തിന് വെളിയിൽ പോയി പഠിക്കുന്നത് എപ്പോഴും നിങ്ങൾക്ക് നല്ലതായിരിക്കും. കേരളത്തിൽ പഠിച്ചാൽ മോശമാണ് എന്നല്ല, പക്ഷെ നിങ്ങൾക്ക് കുറെ കൂടി നല്ല എക്സ്പോഷറും നിങ്ങൾക്ക് ഒത്തിരി നല്ല ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് കിട്ടാൻ അത് ഉപകരിക്കും. ടീച്ചിങ് മേഖലയിലേക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് MCOM എടുക്കാം. MCOM എടുത്തതെങ്കിൽ മാത്രമാണ്
നിങ്ങൾക്ക് ബി എഡിന് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് MCOM വേണം. അതുകൂടാതെ നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും UGCയും കൂടിയാണ്, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷനും. ഇവർ രണ്ടുപേരും സംയുക്തമായിട്ടാണ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് ഫോർ JRF ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് വേണ്ടി നടത്തുന്നത്. JRF ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള ഏത് യൂണിവേഴ്സിറ്റിയിലും ഗവൺമെൻറ്റിൻ്റെ സ്റ്റൈഫൻഡോട് കൂടി റിസർച്ച് ചെയ്യാനുള്ള അവസരം കൂടി ലഭിക്കുന്നതാണ്. ഇത് BCOMനും ഈ പറയുന്ന MBA കഴിഞ്ഞാലും എക്കണോമിക്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ലഭ്യമാകുന്ന കാര്യങ്ങളാണ്. BA എക്കണോമിക്സ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ BEd എടുക്കാനുള്ള സാഹചര്യമുണ്ട്. സോ BCOM വെച്ച് നിങ്ങൾക്ക് BEdന് ചേരാൻ പറ്റില്ല. MCOM മസ്റ്റാണ്. കാരണം കൊമേഴ്സ് +1 +2 വിഷയമായതുകൊണ്ട് +1 +2 പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് മിനിമം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സാണ്. ഹൈസ്കൂൾ ലെവലിൽ നമുക്ക് സോഷ്യൽ സയൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഡിഗ്രി മാത്രം മതി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത്രയും കാര്യങ്ങൾ ആണ് നിങ്ങളുമായിട്ട് ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരം അറിയണമെങ്കിൽ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കുള്ള സാധ്യതകൾ പരിചയപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളൂ. വളരെ ചുരുങ്ങിയ സമയമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കളായ റോസ്മി പിന്നീട് ജസ്ന അവർ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ അത് നിങ്ങൾ കേൾക്കുക. കാരണം കോമേഴ്സ് പഠിക്കുന്നവർക്ക് ഹ്യൂമാനിറ്റീസിലേക്ക് പോകാനുള്ള ഒത്തിരി സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ എക്കണോമിക്സ് ഒരു സോഷ്യൽ സയൻസ് ആണ്. അത് ഹ്യൂമാനിറ്റീസിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ്. സോ എക്കണോമിക്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന മറ്റു പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ നിങ്ങളോടൊന്ന് ഓർമ്മിപ്പിക്കട്ടെ, കൊമേഴ്സ് പഠിച്ചവർക്ക് മാത്രം BCOMും MCOMും ഒക്കെ കഴിഞ്ഞവർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന പല PSC എക്സാംസ് ഉണ്ട്. അവിടെ കോമ്പറ്റീഷൻ കുറവാണ്. എല്ലാവരും ഒന്നും എഴുതുന്നില്ല. അത് BCOMും MCOMും കഴിഞ്ഞവർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന കോഴ്സസാണ്. സോ ഇതിനെക്കുറിച്ചൊന്നും പലർക്കും അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്, +2 കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ 10ാം ക്ലാസ് നിങ്ങൾ കഴിഞ്ഞവരാണ്. നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് 18 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ട്. തീർച്ചയായും നിങ്ങൾ PSCയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ സ്ഥിരം വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് ഏതൊക്കെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതൊക്കെ അവിടെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. സോ അത്തരം പരീക്ഷകളിലേക്ക് നിങ്ങൾ തയ്യാറെടുക്കുക. ഇപ്പോഴേ തന്നെ അതിനുവേണ്ടിയുള്ള ബേസിക് പ്രിപ്പറേഷൻസ് നിങ്ങൾ തയ്യാറാക്കുക. കേരള PSCയിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ വിഷയത്തെക്കുറിച്ചും ഒപ്പം നിങ്ങൾക്ക് കുറച്ച് ജനറൽ നോളജും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം അഡ്വാൻറ്റേജ് ആയിരിക്കും ഉള്ളത് എന്ന് ഓർത്തു വയ്ക്കുക. സോ അത്തരത്തിലുള്ള പ്രിപ്പറേഷൻസുമായി നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളൊരു ലക്ഷ്യസ്ഥാനത്തെത്തി തീരുവാൻ തക്കവണ്ണം ഇപ്പോഴേ പോലെ നിങ്ങൾ പ്രയത്നിക്കുക. എത്രയും ചെറുപ്പത്തിൽ ഏറ്റവും നല്ല പോസ്റ്റിൽ നല്ല സാലറിയോടുകൂടി എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കോമേഴ്സ് എടുത്തതിൽ ആരും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു മേഖലയാണ്. ഒരു പക്ഷേ സയൻസിനെക്കാളും അല്ലെങ്കിൽ സയൻസ് പോലെ തന്നെ അധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് എന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. സോ എല്ലാവർക്കും എല്ലാവിധ ബെസ്റ്റ് വിഷസ്. താങ്ക് യു സ്റ്റുഡൻസ്. ഹാവ് എ നൈസ് ഡേ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം ഇപ്പം +2 ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പഠിക്കാൻ പോകാം, ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് എന്ന സബ്ജക്റ്റ് പഠിച്ചാൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട് എന്നിവയെ പറ്റിയൊക്കെയാണ്. അപ്പോൾ ഈ സബ്ജക്റ്റ് പഠിച്ചാൽ നിങ്ങൾക്കെല്ലാം തന്നെ അറിയാം ഹ്യൂമാനിറ്റീസ് എന്താണെന്നുള്ളത്. അപ്പം ദ ഹ്യൂമാനിറ്റീസ് ഈസ് എ വേ ഓഫ് തിങ്കിങ് അബൌട്ട് ആൻഡ് റെസ്പോണ്ടിങ് ടു ദി വേൾഡ്. ദി ഹ്യൂമൻസ് ആർ അബൌട്ട് ഹ്യൂമൻ ബീയിങ്സ്, ദെയർ കൾച്ചർ ആൻഡ് ദെയർ ഇൻ്റലക്ച്വൽ അച്ചീവ്മെൻറ്റ്സ്. അപ്പം ഞാൻ ഇന്ന് കുറച്ച് കോഴ്സുകളെ പറ്റി മാത്രമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്ന് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ +2 വരെ നമ്മൾ റെഗുലറായിട്ട് അങ്ങ് പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഡിഗ്രിയോ ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കോഴ്സിനൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചായിരിക്കണം ഇവിടെ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓരോ കോഴ്സിലും ഇൻട്രസ്റ്റ് ബേസ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കി വേണം അത് മുന്നോട്ട് പോകാൻ തന്നെയായിട്ട്. അതുപോലെ നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എംപ്ലോയ്മെൻറ്റ് എബിലിറ്റി കൂടെ നോക്കിയിട്ട് വേണം. ഇപ്പം ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, ഇതിപ്പോൾ ജോബ്സ് ഒക്കെ ഉണ്ടാകുമോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് മാത്രമായിരിക്കണം ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി.
ഇപ്പോൾ +2 ഒക്കെ കഴിയുമ്പോൾ തന്നെ എല്ലാവരുടെയും ചിന്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്തത് എന്ത് കോഴ്സാണ് നമ്മൾ ചേരേണ്ടത്, ഇപ്പോൾ ഏതൊക്കെ കോഴ്സ് നമുക്ക് ചേരാൻ സാധിക്കും. ഇപ്പോൾ പലരും ഗൂഗിളിൽ തന്നെ അവർ ഇപ്പം ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്യുന്നൊരു കാര്യമാണ് എത്രയും പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു കോഴ്സ് ഏതാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളമായിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഏറ്റവും പെട്ടെന്ന് ഒരു ജോലി കിട്ടുന്ന കോഴ്സ് എന്ന് ചോദിച്ചാൽ യാഥാർത്ഥ്യം പറഞ്ഞാൽ ഇല്ല എന്നാണ്. കാരണം അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, എല്ലാവരും ആ കോഴ്സ് എടുത്താൽ അങ്ങ് മതി. അപ്പം ആ കോഴ്സ് എടുത്ത് പെട്ടെന്ന് ജോലി കിട്ടുക അങ്ങനെ അത് സാധ്യമല്ല. അപ്പം സെലക്ഷൻ നടത്തുന്നത് നമ്മൾ സ്വന്തമായിട്ടാണ്, അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പം ഞാനിവിടെ നിന്ന് നമ്മൾ കുറച്ച് മേഖലകളെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്നത് ടീച്ചിങ് ആണ്. അപ്പോൾ ടീച്ചിങ് നമുക്ക് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് ജോലിയുള്ള ഒരു മേഖലയാണ് അധ്യാപക മേഖല എന്നത്. അപ്പോൾ ഈ മേഖലയിൽ എങ്ങനെയാണ് തൊഴിൽ സാധ്യതയെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ജനറലി നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പം ഏത് BA എടുത്താലാണ് എന്നതാണ്. അപ്പം ഹൈസ്കൂൾ ടീച്ചർ ആകണേൽ അതിൻ്റെ ഒരു യോഗ്യത എന്നത് ഇപ്പം ഏതെങ്കിലും ഒരു മാനവിക വിഷയത്തിൽ BA, അതായത് ഹ്യൂമാനിറ്റീസ് എടുത്തവരെല്ലാം നമുക്കറിയാം ഹൈസ്കൂൾ അവർ സോഷ്യൽ സയൻസിൻ്റെ ടീച്ചേഴ്സാണ് ആകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഏത് വിഷയത്തിൽ ഉള്ളൊരു ഇപ്പം BA ഏത് വിഷയം എടുത്താലും ഒരു BA 3 വർഷം പഠിച്ചതിന് ശേഷം 2 ഇയർ ഒരു B.Ed സോഷ്യൽ സയൻസ് കോഴ്സിന് പോവുകയും അതോടൊപ്പം KTET എന്ന എക്സാം പാസ്സാകുകയും ചെയ്താൽ മാത്രമേ ഒരാൾക്ക് ഹൈസ്കൂൾ അധ്യാപകനാകാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ പറയുകയാണ് ഇപ്പം അടുത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ അധ്യാപകനാകണമെങ്കിൽ നമ്മൾ ഇപ്പം നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനും ഇപ്പോൾ PG കോഴ്സിൻ്റെ കൂടെ B.Ed അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സെറ്റും കൂടെ പാസ്സാകണം. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹയർ സെക്കൻഡറിയിൽ കയറാൻ പറ്റത്തുള്ളൂ. അതുപോലെ നമ്മൾ MA പഠിക്കുമ്പോൾ തന്നെ നമ്മൾ നെറ്റ് പാസ്സായെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് ഇപ്പം MA പഠിക്കുമ്പോൾ നമ്മൾ നെറ്റ് പാസ്സായെങ്കിൽ നമുക്കത് കോളേജിൽ ലെക്ചറാകാം. അപ്പോൾ അവിടെ B.Ed എന്നൊരു കോഴ്സ് നമുക്ക് അവിടെ ആവശ്യമില്ല. പകരം ഇപ്പം ഡിഗ്രി വേണം, പിന്നെ അതിൻ്റെ തന്നെ സബ്ജക്റ്റ് PG, പിന്നെ നെറ്റ് അത് പാസ്സാകണം. അതൊക്കെയാണ് യോഗ്യത. എന്നാൽ PhD അതിൻ്റെ കൂടെ വേണമെന്നത് വേറൊരു കാര്യമാണ്. കാരണം പെർമനൻറ്റ് പോസ്റ്റ് ആകണമെങ്കിൽ നമുക്കവിടെ കോളേജിൽ കയറണമെങ്കിൽ നമുക്ക് PhD കൂടെ വേണം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി എടുക്കുക. അപ്പം ആ വിഷയത്തിൽ അതിൻ്റെ MA എടുത്തിട്ട്, അല്ലെങ്കിൽ MA എടുത്തു കഴിയുവാണെങ്കിൽ ഇപ്പോൾ 2 years ആണല്ലോ MA. അപ്പം അതെടുത്ത് കഴിയുമ്പം നമ്മൾ നെറ്റ് പാസ്സാകണം. നെറ്റ് എക്സാം UGC കണ്ടക്ട് ചെയ്യുന്ന എക്സാമാണ് നെറ്റ് എക്സാം. അത് പാസ്സാകണം. അത് പാസ്സായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് റിസർച്ചിന് പോകാം. അപ്പം റിസർച്ചിന് ചേരുമ്പം അവിടെ ഒരു 5 years ഗവേഷണം നടത്തി നമുക്കവിടെ നമ്മുടെ പ്രബന്ധം അവതരിപ്പിക്കാൻ പറ്റും. അപ്പം നമ്മളവിടെ അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ നമുക്കവിടെ ഡോക്ടറേറ്റ് ലഭിക്കും ആ സബ്ജക്റ്റിൽ. അങ്ങനെ നമുക്ക് ലെക്ചർ ആകാൻ പറ്റും. അതുപോലെ +2 ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ കുറേ പേര് പോകുന്നതാണ് TTC എന്ന് പറയുന്ന മേഖല. ഇപ്പോൾ TTC സാധാരണ പെൺകുട്ടികളാണ് കൂടുതൽ ഈ കോഴ്സിലേക്ക് സെലക്ട് ചെയ്യുന്നത്. ഇത് 2 year ഒരു കോഴ്സാണ്. ഇവിടെ KTET എന്ന എക്സാം പാസ്സായാൽ നമുക്കവിടെ LP സ്കൂളിൽ തന്നെ പഠിപ്പിക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് ടീച്ചിങ്ങിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ, മിനിമം ക്വാളിഫിക്കേഷൻ ഏതൊക്കെ മേഖലയാണെന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജേർണലിസമാണ്. Journalism is considered to be the investigation and reporting of news, including political or social issues, current events and popular trends. ജേർണലിസം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. എന്താണ് ജേർണലിസം എന്നുള്ളത്? ഇപ്പോൾ ജേർണലിസത്തിൽ താല്പര്യമുള്ളവർ, റിപ്പോർട്ടർ അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്നവർ, അതിനുള്ള ഒരു കോഴ്സാണ് ബാച്ചിലർ ഇൻ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ജേർണലിസ്റ്റ് ആകാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ +2 നമ്മൾ ഏത് സബ്ജക്റ്റ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അത് കുഴപ്പമില്ല. അപ്പം അത് നമ്മൾ പാസ്സാകണം. പിന്നെ ടു ബിക്കം എ ജേർണലിസ്റ്റ് വൺ കാൻ കംപ്ലീറ്റ് എ ബാച്ചിലർ ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ ഓർ ജേർണലിസം ആഫ്റ്റർ +2. പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞവർക്ക് മാസ്റ്റേഴ്സ് ഇൻ ജേർണലിസം ഓർ മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതിനും പോകാം. പിന്നെ ജേർണലിസം പഠിച്ചാലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഒരുപാടാണ്. ഒരു എഡിറ്റർ ആകാം, അല്ലെങ്കിൽ ഒരു ഫോട്ടോ ജേർണലിസ്റ്റ്, റിസർച്ചേഴ്സ്, ഇപ്പോൾ കോപ്പി റൈറ്റർ, പിന്നെ പബ്ലിക് എഡ്യൂക്കേഷൻ സ്പെഷ്യലിസ്റ്റ്, റിപ്പോർട്ടർ, സോഷ്യൽ മീഡിയ സ്പെഷ്യലിസ്റ്റ്, ഇങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഡിപ്ലോമ ഇൻ ജേർണലിസം ഉണ്ട്. പിന്നെ അതൊരു 2 year കോഴ്സാണ്. അത് ഓഫർ ചെയ്യുന്നത് പ്രൊഫഷണൽ ലേണിംഗ് ഇൻ റൈറ്റിംഗ് ഫോർ ന്യൂസ് പേപ്പർ, മാഗസിൻസ്, ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഓൺ ചാനൽസ് ആൻഡ് ടെലിവിഷൻ. കുറേ കോളേജസും ഇവിടെ അവരുടെ അഡ്മിഷൻ കൊടുക്കുന്നത് ഒരു എൻട്രൻസ് എക്സാമിൻ്റെ ബേസിലായിരിക്കും. അതായത് ഇൻ്റർവ്യൂ വെയർ ഇൻ ദെയർ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഈസ് ടെസ്റ്റ്. പിന്നെ ഇതിനുള്ള എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, അതായത് IIMC ആണ്.
പിന്നെ പിന്നെ BA ജേർണലിസം എന്നത് 3 ഇയർ UG കോഴ്സാണ്. ഇതിനായിട്ട് +2 നമ്മൾ 50% മാർക്കാണ് ഇതിൻ്റെ മിനിമം മാർക്ക് വേണ്ടത്. പിന്നെ BA ജേർണലിസത്തിന് കുറേ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഡൽഹി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് കൊമേഴ്സ്, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മീഡിയ സ്റ്റഡീസ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, മദ്രാസ് ക്രിസ്ത്യൻ കോളേജ്, മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ കുറേ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഒത്തിരി യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അത് പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞേക്കുന്നത്. പിന്നെ JMI ന്യൂഡൽഹി, പിന്നെ അതുപോലെ കുറേ കോളേജസ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ നമ്മൾക്ക് ഒരു ജേർണലിസ്റ്റ് ആകണം. ഇപ്പം ജേർണലിസം പഠിക്കുവാണെങ്കിൽ നമുക്ക് റിപ്പോർട്ടേഴ്സ് ആകാം, എഡിറ്റേഴ്സ് ആകാം, കോപ്പി എഡിറ്റേഴ്സ്, ന്യൂ മീഡിയ ജേർണലിസ്റ്റ്, ഫോട്ടോ ജേർണലിസ്റ്റ്, ഇങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ BJMC ആണ്, അതായത് ബാച്ചിലർ ഓഫ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ 3 ഇയർ UG കോഴ്സാണ്, അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സാണ്. ഈ കോഴ്സ് വഴിയാണ് നമുക്ക് ഈ കോഴ്സ് പോവുകയാണെങ്കിൽ നമുക്ക് IPU, CET ആൻഡ് DU ജേർണലിസം എന്ന് പറഞ്ഞൊരു എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ് നമുക്ക് ഇതിന് അഡ്മിഷൻ കിട്ടുന്നത്. ഇത് +2 കഴിഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് പോകാൻ പറ്റിയൊരു കോഴ്സാണ് ഈ BJMC എന്ന് പറയുന്ന കോഴ്സ്. അടുത്തത് നമ്മളിപ്പം ടീച്ചിങ് കണ്ടു, ജേർണലിസം കണ്ടു. ഇനി നമ്മൾ കാണുന്നത് ട്രാവൽ ആൻഡ് ടൂറിസം ആണ്. അപ്പം ട്രാവൽ ആൻഡ് ടൂറിസത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട, കാരണം എല്ലാവർക്കും എന്താണ് അതെന്നറിയാം. പിന്നെ ഇതിൽ പറയുന്നത് ഗവൺമെൻറ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നൊരു മേഖലയാണ് ടൂറിസം സെക്ടർ എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ അങ്ങ് നോക്കാം. അതായത് ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയൊരു കോഴ്സാണല്ലോ ഗ്രാജുവേഷൻ എന്നത്. അപ്പം ഗ്രാജുവേഷൻ കോഴ്സ് എന്ന് പറയുന്നത് ഇപ്പം എല്ലാവരും +2 കഴിയുമ്പോൾ അങ്ങ് പോകുന്നൊരു കോഴ്സാണ്. അപ്പം ഇതിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് ഇപ്പം വിത്ത് റെസ്പെക്ട് ടു നമ്മൾ ഇപ്പം നോക്കുന്ന കോളേജ് സെലക്ട് ചെയ്യുക, അതനുസരിച്ചാണ് അതനുസരിച്ചായിരിക്കും നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. പിന്നെ കൂടാതെ 3 ഇയർ നീണ്ടു നിൽക്കുന്നൊരു ഡിഗ്രി കോഴ്സാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇനി ഏതൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യലൈസേഷൻ ഉള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബാച്ചിലർ ഓഫ് ആർട്സിൻ്റെ ആർട്സ് കോഴ്സ് ഉണ്ട്, BA ഉണ്ട്. അതിൽ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ് ഉണ്ട്. പിന്നെ BA ഇൻ ഹോസ്പിറ്റാലിറ്റി ട്രാവൽ ആൻഡ് ടൂറിസം ഉണ്ട്. BSc ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം ഉണ്ട്. ഇങ്ങനെ കുറേ കോഴ്സസ് നമുക്ക് ഉണ്ട്. പിന്നെ ഇത് കൂടാതെ ബാച്ചിലർ ഓഫ് ടൂറിസം ഇൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്, ബാച്ചിലർ ഓഫ് ടൂറിസം അഡ്മിനിസ്ട്രേഷൻ, കൂടാതെ BCom കോഴ്സസും ഉണ്ട് വിത്ത് റെസ്പെക്ട് ടു ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ്. ഇതൊക്കെയാണ് UG ലെവൽ കോഴ്സസ് എന്ന് പറയുന്നത്. പിന്നെ ഇനി മനസ്സിലാക്കാനുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സസ് ഉണ്ട്. അതിനെപ്പറ്റി പറയുവാണെങ്കിൽ നമുക്ക് മാസ്റ്റർ ഓഫ് ആർട്സ് ഉണ്ട്, പിന്നെ MSc ഉണ്ട്, കൂടാതെ PG ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, മാസ്റ്റർ ഓഫ് ടൂറിസം അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഇതൊക്കെയാണ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറയാൻ പറ്റുന്നത്. ഇനിയുള്ളത് ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഡിപ്ലോമ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ്, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ്, ഡിപ്ലോമ ഇൻ ജേർണലിസം സ്റ്റഡീസ്. ഇതൊക്കെയാണ് ഡിപ്ലോമ കോഴ്സസ്. ഇത് മാത്രമല്ല കുറേ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മിനിമം എലിജിബിലിറ്റി പറയുന്നത് +2 ആണ്. അപ്പോൾ ഇത് 1 to 2 ഇയേഴ്സ് ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ഈ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്നത്. പിന്നെ ഏതൊക്കെ ജോബ് പ്രൊഫൈൽസ് ആണ് ട്രാവൽ ആൻഡ് ടൂറിസം പഠിച്ചാൽ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ട്രാവൽ ഏജൻസി സ്റ്റാഫ് ഉണ്ട്, ട്രാവൽ ആൻഡ് ടൂറിസം കൺസൾട്ടൻ്റ് ഉണ്ട്, ട്രാവൽ ഏജൻ്റ് ഉണ്ട്, ഇപ്പം ടൂർ ഓപ്പറേറ്റർ ആകാം, ഇപ്പം എൻ്റർപ്രണർ, കസ്റ്റമർ സർവീസ് മാനേജർ, ഈവൻറ്റ് മാനേജർ, ടൂറിസം പ്രൊമോട്ടർ, ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ നമ്മൾ പറയുന്നത് ടോപ്പ് കോളേജസ് ആണ്. അതായത് ഈ ട്രാവൽ ആൻഡ് ടൂറിസം പഠിക്കാൻ ടോപ്പ് കോളേജസ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് ടൂറിസം, പഞ്ചാബ് യൂണിവേഴ്സിറ്റി, മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി പൂനെ, പിന്നെ JMI ന്യൂഡൽഹി, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, IGNOU ഡൽഹി, അതായത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, പിന്നെ സെൻറ്റ് തെരേസാസ് കോളേജ് എറണാകുളം. ഇങ്ങനെ കുറേ, ഇത് മാത്രമല്ല കുറേ കോളേജസ് ഉണ്ട് ഫേമസ് ആയിട്ടുള്ളത്. അവിടെ നമുക്ക് ടോപ്പ് കോളേജസ് ആണ്, അതവിടെ ഒക്കെ പോയി നമുക്ക് പഠിക്കാവുന്നതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് സിവിൽ സർവീസ്. സിവിൽ സർവീസ് നമുക്കറിയാം, അതിന് കുറേ മേഖലകളുണ്ട്. ഇപ്പോൾ സിവിൽ സർവീസ് എക്സാം നടത്തുന്നത് UPSC ആയിരിക്കും. ഇപ്പോൾ സിവിൽ സർവീസിൻ്റെ സെക്ഷൻസ് ആണ്. ഇപ്പോൾ ഓൾ ഇന്ത്യ സർവീസസും ഉണ്ട്, ജനറൽ സർവീസസും ഉണ്ട്.
ഇപ്പോൾ ഓൾ ഇന്ത്യ സർവീസസ് എന്ന് പറയുമ്പം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ്, ഇന്ത്യൻ പബ്ലിക് സർവീസസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസസ്, അതായത് IAS, IPS, IFS നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ സെൻട്രൽ സർവീസസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഫോറിൻ സർവീസസ്, ഇന്ത്യൻ റവന്യൂ സർവീസസ്, ഇന്ത്യൻ കസ്റ്റം ആൻഡ് എക്സൈസ് സർവീസസ്, ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, അങ്ങനെ കുറേയാണ് സെൻട്രൽ സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സെക്ഷൻസ് ഓഫ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എങ്ങനെയാണ് സിവിൽ സർവൻ്റ് ആകാൻ കഴിയുമെന്ന് നോക്കാൻ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇതിന് 3 സെക്ഷൻസ് ആണുള്ളത്. അതായത് ഒന്നെന്ന് പറയുന്ന പ്രിലിംസ്, അതൊരു എക്സാം, ആ എക്സാം ഉണ്ട്. പിന്നെ മെയിൻസ്, റിട്ടൺ ഉണ്ട്. പിന്നെ ഇൻ്റർവ്യൂ. ഈ മൂന്ന് വഴി കൂടെയാണ് നമുക്കൊരു ഒരു സിവിൽ സർവൻ്റ് ആവാൻ സാധിക്കുന്നത്. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് എനി ഗ്രാജുവേഷനാണ്. എനി ഗ്രാജുവേഷൻ, അതായത് ഇപ്പോൾ ഫൈനൽ ഇയേഴ്സിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് പറയുന്നത് ഇത് 21 to 30 ഇയേഴ്സ് ഓഫ് ഏജ് ആണ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഏജ് ലിമിറ്റ് എന്ന് ജനറൽ കാറ്റഗറിക്കാർക്കാണെങ്കിൽ 32 ഇയേഴ്സ് വരെയും, അതും അവർക്ക് 6 തവണയാണ് ഇത് എഴുതാൻ പറ്റുന്നത് ഈ എക്സാം. പിന്നെ OBC-ക്കാർക്കാണെങ്കിൽ അവർക്ക് 35 ഇയേഴ്സ് വരെയും 9 തവണ അവർക്ക് എഴുതാം. പിന്നെ SC or ST കാറ്റഗറീസ് ആണെങ്കിൽ അവർക്ക് 37 ആണ് അവരുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അവർക്ക് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ അതായത് അവർക്ക് എത്ര തവണ വേണമെങ്കിലും അവർക്ക് എഴുതാം, മറ്റുള്ളവരെ പോലെ. പിന്നെ മിനിമം ഏജ് ഫോർ ദി ആസ്പിരൻസ് ഈസ് 21 ഇയേഴ്സ് ആണ് ഫോർ ഓൾ കാറ്റഗറീസ്. പിന്നെ പ്രിലിംസ് പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് മെയിൻസ് നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ ഇത് 2 പേപ്പേഴ്സ് ആയിട്ടാണ് ഈ ഇതുള്ളത്, അതായത് പ്രിലിംസ് ഉള്ളത്. അതായത് പേപ്പർ 1 പറയുവാണെങ്കിൽ ജനറൽ സ്റ്റഡീസാണ്. അതായത് അതിൽ ഉൾപ്പെടുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ജനറൽ സയൻസ്, കറൻറ്റ് ഇവൻറ്റ്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവേണൻസ്, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ജനറൽ ഇഷ്യൂസ് ഓൺ എൻവയോൺമെൻറ്റ്, ഇതൊക്കെയാണ് പേപ്പർ 1, അതായത് പ്രിലിംസിലെ പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ പേപ്പർ 2 നമുക്ക് പറയുവാണെങ്കിൽ സാധിക്കുന്നത് ഇപ്പം അത് സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. അതിനകത്ത് ഉൾപ്പെടുന്നതെന്ന് വെച്ചാൽ കോംപ്രഹെൻഷൻ, ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ഇൻക്ലൂഡിങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പിന്നെ ലോജിക്കൽ റീസണിങ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്, പിന്നെ ബേസിക് ന്യൂമറസി, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രഹെൻഷൻ സ്കിൽ, ഇതൊക്കെയാണ് ഈ പേപ്പർ 2 അതായത് സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഇൻക്ലൂഡ് ആയേക്കുന്നത്. ഈ പ്രിലിംസ് എക്സാം നടത്തുന്നത് മെയ്, ജൂൺ എവറി ഇയറിൽ മാസങ്ങളിലായിരിക്കും ഈ പ്രിലിംസ് എക്സാം നടക്കുന്നത്. പിന്നെ ഇവിടെ 2 മണിക്കൂറും ആണ് ഇതിൻ്റെ എക്സാം സമയം എന്ന് പറയുന്നത്. അപ്പം അത് 200 മാർക്കായിരിക്കും അതിന് കിട്ടുന്നത്, അതിലാണ് നടത്തുന്നത്. പിന്നെ അടുത്തതാണ് ഈ പ്രിലിംസ് കഴിഞ്ഞാലുള്ളതാണ്. അത് പാസ്സായവർക്ക് മാത്രമായിരിക്കും ഈ മെയിൻസ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഒക്ടോബർ ഓർ നവംബറിലാണ് ഈ എക്സാം നടക്കുന്നത്. അതായത് ഇത് 9 പേപ്പറാണ് ഇതിനകത്തുള്ളത്. അപ്പം അത് essay ടൈപ്പ് ആൻസേഴ്സ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ആയേക്കുന്നതും. പിന്നെ ഇതിൻ്റെ പേപ്പർ 1 എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ഇന്ത്യൻ ലാംഗ്വേജ് ആണ്. അത് 300 മാർക്കാണ്. അത് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. പിന്നെ പേപ്പർ 2 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. അത് 300 മാർക്കിലായിരിക്കും. പിന്നെ പേപ്പർ 3 എന്ന് പറയുന്നത് essay, അത് 200 മാർക്കിലായിരിക്കും. പിന്നെ പേപ്പർ 4 and 5 ഉൾപ്പെടുന്നത് ജനറൽ സ്റ്റഡീസ്, അത് 300 മാർക്കാണ് ഓരോന്നിനും. അപ്പോൾ അതിൽ ഉൾപ്പെടുന്നതെന്ന് വെച്ചാൽ ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, കറണ്ട് അഫെയർസ്, ഇന്ത്യ ആൻഡ് ദി വേൾഡ്, എക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻ്റർനാഷണൽ അഫെയർസ്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരിക്കും ഈ പേപ്പർ 4 and 5 ഇൻക്ലൂഡ് ആകുന്നത്. പിന്നെ പേപ്പർ 6 and 7 പറയുന്നതെന്ന് വെച്ചാൽ എനി 2 സബ്ജക്റ്റ്, അതായത് ഇപ്പം ഓപ്ഷണൽ പേപ്പറാണ്. അത് സെലക്ട് ചെയ്യുന്നത് നമ്മൾ തന്നെ ആയിരിക്കും, കാൻഡിഡേറ്റ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അത് വിത്ത് 2 പേപ്പർ ഈച്ച് 300 മാർക്ക് വെച്ചാണ് അത് ഉള്ളത്. പിന്നെ ഇപ്പം നമ്മൾ പ്രിലിംസും പറഞ്ഞു, മെയിൻസും പറഞ്ഞു. പ്രിലിംസ് പാസ്സായെങ്കിലാണ് മെയിൻസിലേക്ക് വരുന്നത് നമ്മൾ പറഞ്ഞു. ഈ മെയിൻസ് എക്സാം കൂടി പാസ്സായെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ ഇൻ്റർവ്യൂവിലേക്ക് വരുന്നത്.
അതായത് ഇപ്പം ഈ മെയിൻസ് നമ്മൾ പറഞ്ഞു 9 പേപ്പറാണുള്ളത്. എന്നിട്ട് പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവിലേക്ക് വരുന്നത് മെയിൻസ് പാസ്സായി കഴിഞ്ഞായിരിക്കും. അപ്പോൾ ഈ ഇൻ്റർവ്യൂ സ്റ്റേജ് നമ്മൾ വരുന്നത് ഇവിടെ മെയിൻസ് കൂടെ പാസ്സായാലായിരിക്കും കാൻഡിഡേറ്റിന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഇൻ്റർവ്യൂവിന് 300 അതിൻ്റെ മാർക്ക്. ഇവിടെ നമ്മുടെ പേഴ്സണൽ സ്യൂട്ടബിലിറ്റിയും മെൻ്റൽ കാലിബർ ഇതൊക്കെ ആയിരിക്കും ഇൻ്റർവ്യൂ ബോർഡിൽ അവർ ജഡ്ജ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ലാസ്റ്റാണ് ലൈബ്രറി സയൻസ്. ലൈബ്രറി സയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ലൈബ്രറിയൻ ആകാനുള്ള ഒരു കോഴ്സാണ്. ഇതൊരു PG കോഴ്സ് എന്ന് നമുക്ക് പറയാം. കാരണം ഇപ്പം എനി ഡിഗ്രിയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത്. ഇപ്പോൾ BLIC ആൻഡ് MLIC എന്ന് 1 ഇയർ ആയിട്ടാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ബാച്ചിലർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫോർമേഷൻ സയൻസ് അതാണ് BLIC എന്നറിയപ്പെടുന്നത്. ഇത് ലൈബ്രറി സയൻസിൻ്റെ ഒരു UG കോഴ്സാണ്. ഇതിൻ്റെ PG കോഴ്സാണ് MLIC എന്ന് പറയുന്നത്, അതായത് മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫോർമേഷൻ സയൻസ്. BLICക്ക് പോകണേ നമുക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ BLICക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിന് ഡിഗ്രി ഏതാണെങ്കിലും കുഴപ്പമില്ല. അതായത് 55% മാർക്കാണ് അവർ പറയുന്നത്. പിന്നെ MLIC എന്നത് BLIC ആണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. BLICയുടെ മാർക്ക് ബേസിലായിരിക്കും MLIC നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇപ്പം MLIC എടുക്കുകയാണെങ്കിൽ അതിന് PG കോഴ്സായിട്ട് ആണ് അതിനെ പറയുന്നത്. കാരണം ഇതെന്ന് വെച്ചാൽ 1 ഇയർ കോഴ്സാണ്. MLIC ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോളേജസിൽ ലൈബ്രറിയനായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ MLICയുടെ കൂടെ ഇപ്പം നെറ്റ് കൂടെ വേണം. കാരണം കോളേജിൽ കയറണമെങ്കിൽ എലിജിബിലിറ്റി എന്ന് പറയുന്നത് MLIC പ്ലസ് നെറ്റ് എക്സാം പ്ലസ് PhD പ്ലസ് 2 ആർട്ടിക്കിൾസ് നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കണം. ഇപ്പോൾ സ്റ്റേറ്റ് ലൈബ്രറി ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു 10th ക്ലാസ് യോഗ്യത വെച്ച് ഒരു CLIC എന്നൊരു ഷോർട്ട് ടേം കോഴ്സ് ചെയ്യുന്നുണ്ട്. ഇത് 6 months കോഴ്സാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു ഡിപ്ലോമ കോഴ്സ് കൂടിയാണ്. അപ്പോൾ ഇത് സ്റ്റേറ്റ് ലൈബ്രറി നടത്തുന്ന കോഴ്സാണ്. റെഗുലറായിട്ട് നടത്തുന്ന കോഴ്സ് എന്ന് പറയുകയാണെങ്കിൽ BLIC ആൻഡ് MLIC ആണ്. ഇത് പഠിച്ചാൽ നമുക്ക് ലൈബ്രറിയൻ, ലൈബ്രറി അസിസ്റ്റൻറ്റ്, ഇൻഫോർമേഷൻ അസിസ്റ്റൻറ്റ്, ലൈബ്രറി അറ്റൻഡൻറ്റ്, സീനിയർ ഇൻഫോർമേഷൻ അനലിസ്റ്റ് എന്നൊക്കെയുള്ളൊരു ജോബാണ് നമുക്ക് ഇത് ഓഫർ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ബെസ്റ്റ് കോളേജസ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, പഞ്ചാബ് യൂണിവേഴ്സിറ്റി, SRM യൂണിവേഴ്സിറ്റി, ഹരിയാന ഇതൊക്കെയാണ് ഇതിൻ്റെ ബെസ്റ്റ് കോളേജ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. വേറെയും കോളേജസ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജസാണ് ഈ പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇനി പിന്നെ പറയുന്നത് ഇപ്പം യൂണിവേഴ്സിറ്റി സെൻറ്ററുകൾക്ക് പുറമെ വിവിധ കോളേജസ്, അതായത് കോളേജസിലും BLICൻ്റെ MLIC നമ്മൾ കോഴ്സസ് നടത്തുന്നുണ്ട്. അതായത് ഇപ്പം കോട്ടയത്ത് ഇപ്പം ചങ്ങനാശ്ശേരി SB കോളേജ്, ഇപ്പം തിരുവല്ലയിലാണ് സെൻറ്റ് മേരീസ് കോളേജ്, രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ്, ആലുവയിലൊക്കെ CMS കോളേജ്, ഇതുപോലെ കുറച്ച് കോളേജസിൽ ഇതൊക്കെ നടത്തുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ 5 കോഴ്സസാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിച്ചത്. ഇതൊക്കെ വഴി ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മളിപ്പം പല സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് തുടർച്ചയായിട്ട് പഠിക്കുന്നു. എന്നിട്ട് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുന്നതിനപ്പുറം ആര് നിർദ്ദേശിച്ചാലും പെട്ടെന്ന് ഇപ്പോൾ ജോലി കിട്ടുന്ന കോഴ്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നാം തന്നെ കണ്ടെത്തണം. അതുപോലെ എല്ലാവരും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സിൽ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഞാനിന്ന് പറയാൻ പോകുന്നത് ഹ്യൂമാനിറ്റീസിലെ കരിയർ ഗൈഡൻസിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതും ഹ്യൂമാനിറ്റീസിലെ കരിയർ ഗൈഡൻസിനെ കുറിച്ചിട്ട് തന്നെയാണ് അല്ലേ? അതെ, ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് ഭയങ്കര വൈഡായിട്ട് കിടക്കുന്ന ഒരു ഫീൽഡാണ്. സോ അതിൻ്റെ കീഴിൽ ഒരുപാട് കോഴ്സസും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. നമുക്കപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ എല്ലാ കോഴ്സും കവർ ചെയ്യാൻ പറ്റത്തില്ല. സോ ഞാൻ പ്രധാനമായിട്ടും 5 കോഴ്സാണ് ഫോക്കസ് ചെയ്യുന്നത്. ആർക്കിയോളജി, സൈക്കോളജി, സോഷ്യൽ വർക്ക്, ലീഗൽ സ്റ്റഡീസ് ആൻഡ് IIT. ഈ 5 കോഴ്സാണ് ഞാൻ മെയിനായിട്ടും ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ആർക്കിയോളജി. Archaeology is the scientific and orderly study of human cultures through the recovery, analysis and documentation of material remains and developmental data like artifacts, seals, inscriptions, monuments, edifices, landscapes and biofacts. അല്ലേ, നമുക്കറിയാം എന്താ ആർക്കിയോളജി എന്ന് പറയുന്നത്.
മെറ്റീരിയൽ റിമൈൻസിലൂടെ നമ്മുടെ ഏൻഷ്യൻ്റ് റീസെൻ്റ് ഹ്യൂമൻ പാസ്റ്റിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ആർക്കിയോളജി എന്ന് പറയുന്നത്. ഈ മെറ്റീരിയൽ റിമൈൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർട്ടിഫാക്ട്സോ സീൽസോ ഇൻസ്ക്രിപ്ഷൻസോ അല്ലെങ്കിൽ പലതരത്തിലുള്ള മോണുമെന്റ്സോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതിലൂടെ നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ആർക്കിയോളജി എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ആർക്കിയോളജിസ്റ്റ് ഇൻ ഇന്ത്യ വർക്ക് ഇൻ ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASI in its exploration, excavation, epigraphy, prehistory and museum branches for the conservation and maintenance of the 3,600 centrally protected sites and monuments, chemical preservation of antiquarian remains and the organizations and maintenance of site museum and publications among other things. അതായത് നമ്മളിപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിൻ്റെ ഷോർട്ട് ഫോമാണ് ASI എന്നുള്ളത്. നമുക്കിപ്പോൾ ഈ ആർക്കിയോളജി റിലേറ്റഡ് ഹൈ ജോബ്സ് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മസ്റ്റായിട്ടും ASI ഡിപ്ലോമ അത്യാവശ്യമാണ്. അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു ഡിപ്ലോമ നമുക്ക് അത്യാവശ്യമാണ്. അതായത് നമ്മുടെ രാജ്യത്തെ കൾച്ചറൽ മോണുമെന്റ്സ്, അതിൻ്റെ പ്രിസർവേഷൻ, കൺസർവേഷൻ, പിന്നെ ആർക്കിയോളജിക്കൽ റിസർച്ച്, ഇതിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഗവൺമെൻറ് ഏജൻസിയാണ് ASI അഥവാ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, 1861 അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ആണ് ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ തരത്തിലുള്ള ജോബ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ASI ഡിപ്ലോമ മസ്റ്റാണ്. ഇനി കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ആർക്കിയോളജിയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആർക്കിയോളജിയിലുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ന്യൂമിസ്മാറ്റിക്സ്. Numismatics is the study of currency, example coins, banknotes or money as an exchange object in some other form like beads, tokens and related objects. അത് ന്യൂമിസ്മാറ്റിക്സ് എന്ന് നമുക്കറിയാം. നമ്മൾ നാണയങ്ങൾ അല്ലെങ്കിൽ കറൻസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠനത്തിനെയാണ് ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഒരു കോയിൻ അല്ലെങ്കിൽ ഒരു കറൻസിയിൽ നിന്നിട്ട് നമുക്കത് ഏത് കാലഘട്ടത്തിലെയാണ് ആ കോയിൻ, അല്ലെങ്കിൽ ഏത് ഡൈനാസ്റ്റി ആയിരുന്നു, എന്തായിരുന്നു അന്നത്തെ കൾച്ചർ, അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇത്തരത്തിൽ കറൻസിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ്. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നെക്സ്റ്റ്, എപ്പിഗ്രാഫിസ്. എപ്പിഗ്രാഫി ഈസ് ദ സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് ഓർ എപ്പിഗ്രാഫ്സ്. അതായത് ഈ ഇൻസ്ക്രിപ്ഷൻസിനെയോ അല്ലെങ്കിൽ എപ്പിഗ്രാഫ്സിനെയൊക്കെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എപ്പിഗ്രാഫി. ദെൻ ആർക്കൈവിസ്റ്റ്. Archivists acquire, manage and maintain document and other materials. അതായത് ഡോക്യുമെന്റുകളും മറ്റ് മെറ്റീരിയലുകളും അതെല്ലാം തന്നെ മാനേജ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ആർക്കൈവിലാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാകും ഒരുപാട് ആർക്കൈവൽ ഡോക്യുമെന്റുകൾ, അല്ലെങ്കിൽ ആർക്കൈവിസ്റ്റിലൊക്കെ ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ നമുക്ക് ആർക്കൈവിലോ ന്യൂമിസ്മാറ്റിക്സ് ആ ഒരു ഫീൽഡിൽ, എപ്പിഗ്രാഫിക്സ്, അങ്ങനെ ഒരുപാട് ഫീൽഡ് നമുക്ക് ജോലിയൊക്കെ നോക്കാം. Then museologist. Museology or museum studies the art of studying museums, museum curation and how museums developed into their institutional role in education in the context of social and political forces. മ്യൂസിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മ്യൂസിയത്തിനെ കുറിച്ച് പഠിക്കുന്നതാണ് മ്യൂസിയോളജി എന്ന് പറയുന്നത്. അതായത് ഈ മ്യൂസിയത്തിൻ്റെ ഹിസ്റ്ററി, സൊസൈറ്റിയിലെ ഇവയുടെ പങ്ക്, ഇവയ്ക്കൊക്കെയാണ് എംഫസിസ് നൽകുന്നത്. അതായത് ക്യൂറേഷൻ, കൺസർവേഷൻ, പബ്ലിക് പ്രോഗ്രാം, എഡ്യൂക്കേഷൻ തുടങ്ങിയ ആക്ടിവിറ്റീസ് ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരു മ്യൂസിയോളജിസ്റ്റിനും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നല്ല ഡിമാൻഡൊക്കെ ഉള്ളതാണ്. സോ നമുക്ക് ആ ഫീൽഡിലും നമുക്ക് നമ്മുടെ കരിയർ ചൂസ് ചെയ്യാം. ദെൻ എത്നോ ആർക്കിയോളജി. ആപ്ലിക്കേഷൻ ഓഫ് മോഡേൺ ഡേ എത്നോളജിക്കൽ ഫോർ ആന്ത്രോപോളജിക്കൽ ഡാറ്റ ഓൺ പാസ്റ്റ് സൊസൈറ്റി ടു ഗെയിൻ ആൻഡ് ഇൻസൈറ്റ് ഇൻ ടു ദം. അതായത് നമ്മുടെ പാസ്റ്റ് സൊസൈറ്റീനെ കുറിച്ചിട്ട് ഒരു ഇൻസൈറ്റ് നേടാൻ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് അറിയാനൊക്കെ ഈ മോഡേൺ ഡേ ആന്ത്രോപോളജി ഓർ എത്തനോളജി ഡേറ്റാസിൻ്റെ ആപ്ലിക്കേഷനാണ് എത്തനോ ആർക്കിയോളജി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ആർക്കിയോളജി നമ്മൾ പഠിക്കുകയാണ്, ഹ്യൂമാനിറ്റീസിന് ശേഷം നമ്മൾ ആർക്കിയോളജി ചൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതൊന്നുമല്ല, ഇതിനേക്കാളും കൂടുതൽ ഫീൽഡൊക്കെ വരുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് നമ്മുടെ കരിയർ ചൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ആർക്കിയോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതായത് നമുക്കിപ്പോൾ +2 ഹ്യൂമാനിറ്റീസിന് ശേഷം നമുക്ക് BA ആർക്കിയോളജി, നമ്മുടെ ഗ്രാജുവേഷൻ പ്രോഗ്രാമാണ് BA ആർക്കിയോളജി എന്ന് പറയുന്നത്.
ഇതിന് ശേഷം നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് MA ആർക്കിയോളജി ഉണ്ട്, അതുപോലെ തന്നെ ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് ആർക്കിയോളജി, മ്യൂസിയോളജി പോലുള്ള 2 year MA പ്രോഗ്രാംസ് കോഴ്സസ് ഒക്കെ ഉണ്ട്. ഇനി ആഫ്റ്റർ PG MPhil ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ MPhil ഇൻ ഹിസ്റ്ററി ഓർ ആർക്കിയോളജി ഉണ്ട്, അതും 2 year കോഴ്സാണ്. ആൻഡ് 3 to 4 years PhD കോഴ്സുകൾ വരെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കിയോളജി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രത്തോളം നമ്മുടെ കരിയർ കുറച്ചും കൂടി ബെറ്റർ ആക്കാനായിട്ട് പറ്റും. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, സ്കോപ്പ് ഉള്ളൊരു ഫീൽഡാണ് ആർക്കിയോളജി എന്ന് പറയുന്നത്. ദെൻ ആർക്കിയോളജി പഠിക്കാൻ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ടോപ്പ് ആർക്കിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിയോളജി ഡൽഹിയിലുള്ളതാണ്, ദെൻ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് ചെന്നൈയിലുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആർക്കിയോളജിസ്റ്റിൻ്റെയൊക്കെ ഡിമാൻഡ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഈ ഹ്യൂമാനിറ്റീസിനൊക്കെ ശേഷം ഈ ഒരു ഫീൽഡ് നമ്മൾ ചൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കരിയർ കുറച്ചും കൂടി ബെറ്റർ ആക്കാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ദി നെക്സ്റ്റ് വൺ ഈസ് ലീഗൽ സ്റ്റഡീസ് ഓർ ലോ. A career in law is a rewarding experience both in terms of financial benefits and the sense of fulfillment in helping the citizen of the society by making them aware and understanding about basic human rights it gives. നമുക്കറിയാം എന്താണ് ലീഗൽ സ്റ്റഡീസിൽ പഠിപ്പിക്കുക എന്നുള്ളതൊക്കെ. അതായത് ഒരു മനുഷ്യൻ്റെ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ അവെയർ ആക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലീഗൽ സ്റ്റഡീസിലൂടെ പഠിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ഒരു സിറ്റിസന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കടമകൾ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇതിലൂടെ പഠിക്കുന്നുണ്ട്. The first step in starting a career in law in India is to pursue an undergraduate program like LLB, BBA. LLB after 12th. Upon completion of the course, you can either start practicing law or join a legal firm. Another option is to enroll in a postgraduate program like LLM in order to advance knowledge and gain requisite career skill. അതായത് നമുക്കിപ്പോൾ ലോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് LLBക്ക് പോകാം. അതായത് +2 ശേഷം LLBക്ക് പോകാം. LLB എന്ന് പറയുന്നത് ഒരു 3 year കോഴ്സാണ്. പക്ഷെ നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് കോഴ്സസ് ഉണ്ട്. അതായത് ഇൻറ്റഗ്രേറ്റഡ് കോഴ്സസ് ലൈക്ക് BA LLB, BSc LLB, അത് 5 years ഇൻറ്റഗ്രേറ്റഡ് കോഴ്സാണ്. നമുക്ക് താല്പര്യമുള്ളവർക്ക് അതനുസരിച്ച് ചെയ്യാം. പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഉണ്ട് LLM. അപ്പോൾ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷന് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ LLM ചെയ്യാം. ഇനി നമുക്ക് 2 സെക്ഷൻ ഉണ്ട്. ലോയർ ആയിട്ട് നമുക്ക് നോക്കാം, നോൺ ലോയർ ഫീൽഡും ഉണ്ട്. ഫസ്റ്റ് ലോയറിൻ്റെ ഫീൽഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ലോ ഫേംസ്, litigation, public prosecutor, legal academia, military lawyer, solicitor, criminologist, judicial services, banking and insurance sector. Then non-lawyer ഫീൽഡിലേക്ക് വരുവാണെങ്കിൽ law firms, administrator, chief financial officer, litigation support, legal secretary, legal receptionist, paralegal, ഇങ്ങനെയുള്ള ഫീൽഡിലൊക്കെ ഒരു ലോ പഠിച്ച ആൾക്ക് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമുക്ക് ഇപ്പം തന്നെ കണ്ടാൽ മനസ്സിലാകും അല്ലേ. ആൻഡ് ഹിയർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് ലോ കരിയേഴ്സ് സച്ച് ആസ് കോർപ്പറേറ്റ് ലോയർ, ലിറ്റിഗേറ്റേഴ്സ്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഓഫീസർ, സ്പെഷ്യലിസ്റ്റ് ലോ ഓഫീസ്, പബ്ലിക് പ്രോസിക്യൂട്ടർ, സ്റ്റേറ്റ് ലെവൽ ഓർ ലോക്കൽ ലെവൽ ജഡ്ജ്, ഇൻവെസ്റ്റിഗേറ്റർ, criminologist, litigation support professional, solicitor, paralegal, lecturer or professor of law. അപ്പോൾ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരു ലോ പഠിച്ച ആൾക്ക് ഇത്രയും സ്കോപ്പ് ഉണ്ട്, ഇത്രയും ഫീൽഡിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഹ്യൂമാനിറ്റീസിന് ശേഷം നമ്മൾ ലോയുടെ ഒരു ഫീൽഡ് നമ്മൾ ചൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഡിഫറെൻറ്റ് ലെവൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. And the next one is career as social worker. കുറച്ചും കൂടി നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡാണെന്ന് തോന്നുന്നു സോഷ്യൽ വർക്കർ എന്ന് പറയുന്നത് അല്ലേ. സോഷ്യൽ വർക്ക് ഈസ് ആൻ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ ഡിസിപ്ലിൻ ഓഫ് ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് which mainly facilitates the welfare of the individual, communities and societies. Starting your career as a helping profession is helpful in improving the overall well-being of society. അതായത് നമുക്കറിയാം സോഷ്യൽ വർക്ക് എന്താണ്, ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ആർട്സ് പഠിച്ച ഒരാൾക്ക് കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീൽഡാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. നമുക്കൊരു സൊസൈറ്റീനെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി
അല്ലെങ്കിൽ ആസ് വെൽ ആസ് ഒരു ഇൻഡിവിജ്വൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഹെൽപ്ഫുൾ മെന്റാലിറ്റീനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. പ്രാക്ടീസിങ് പ്രൊഫഷണൽസ് വിത്ത് എ ഡിഗ്രി ഇൻ ദ ഫീൽഡ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ക്യാരിയിങ് സോഷ്യൽ വർക്ക്. അതായത് നമുക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു പ്രൊഫഷൻ കൊണ്ടുപോകാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, social work graduate programs such as the BSW course or Bachelor of Social Work is most helpful for attaining the proper career. ഇപ്പോൾ നമുക്ക് സോഷ്യൽ വർക്കിന് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് BSW എന്ന് പറയുന്ന ഒരു ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഉണ്ട്, അതായത് ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക്. ഇതാണ് നമ്മുടെ ഗ്രാജുവേറ്റ് പ്രോഗ്രാം. അപ്പോൾ നമുക്ക് അത് പഠിക്കാൻ പോകാം. സോഷ്യൽ വർക്കർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഗ്രിക്ക് ആ ഒരു പ്രോഗ്രാമിന് നമുക്ക് ജോയിൻ ചെയ്യാം. 3 year കോഴ്സാണ്. ദെൻ MSW അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ് MSW, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്. 2 years പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ പ്രോപ്പർ കരിയർ അറ്റൈൻ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ 2 ഡിഗ്രീസ്. സോഷ്യൽ വർക്ക് ഈസ് മെയിൻലി റിലേറ്റഡ് ടു ഹെൽപ്പിംഗ് പീപ്പിൾ, ഗ്രൂപ്സ് ഓർ ഈവൻ കമ്മ്യൂണിറ്റീസ്. The social worker has the right to work in the disaster management departments, old age homes and many others. ഒരുപാട് ഫീൽഡിൽ ഒരു സോഷ്യൽ വർക്കിന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓൾഡ് ഏജ് ഹോംസ്, അതുപോലുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു സോഷ്യൽ വർക്കറിന് വർക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ ഇതല്ലാണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. Social workers also have the work option in the local and state level events. Some of the important job titles in the field are social worker, labor welfare specialist, social security officer, criminology specialist, teacher, counselor, mental health agencies and NGOs. ഇതൊന്നല്ല, ഇതിനേക്കാളും കൂടുതൽ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഒരു സോഷ്യൽ വർക്കറിന് നമുക്ക് ഇഷ്ടം പോലെ ഫീൽഡിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഏരിയാസിൽ ജോലി ചെയ്യാൻ നമുക്ക് പറ്റും. ഇപ്പോൾ ലോക്കൽ സ്റ്റേറ്റ് ലെവൽ ഇവൻറ്റ്സിലൊക്കെ നമുക്ക് നമ്മുടെ കരിയർ നോക്കാം. ഇപ്പോൾ സോഷ്യൽ വർക്കർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. ഹ്യൂമാനിറ്റീസിന് ശേഷം നമ്മൾ സോഷ്യൽ വർക്ക് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്കോപ്പ് അതിലും കാണുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സൈക്കോളജി ആസ് എ കരിയർ. Psychology is a vital field now because of the increasing focus on mental health and well-being. Psychology as a discipline studies human behavior and mental process from diverse perspectives. It employs scientific methods to understand human perception, learning, emotions and reactions to situations. അതായത് സൈക്കോളജി ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യം, ജോലിയുടെ സ്ട്രെസ് ആണെങ്കിലും പഠിക്കുന്ന എന്തിനെങ്കിലും പലതരത്തിലുള്ള സ്ട്രെസ്സൊക്കെ ഒരു മനുഷ്യന് കൂടുതലാണ്. അപ്പോൾ അത് അവരുടെ മെൻ്റൽ ഹെൽത്തിന് തന്നെ ഭയങ്കര വീക്കായിട്ട് മാറാൻ കാരണമാകും. സോ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഭയങ്കര വലുതായിട്ട് വരുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ സൈക്കോളജി പഠിക്കുവാണെങ്കിൽ എന്താ, നമുക്ക് ഒരു മനുഷ്യൻ്റെ ഇമോഷൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ പെർസെപ്ഷൻസ് ഇവയൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഡിമാൻഡ് ഭയങ്കര വലുതാണ്. ഓക്കെ, എ സൈക്കോളജിസ്റ്റ് ഹാസ് എ ഫ്യൂച്ചർ ഇൻ ഡൈവേഴ്സ് ഫീൽഡ്സ് ഇൻക്ലൂഡിങ് ക്ലിനിക്കൽ സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി, ഓർഗനൈസേഷൻ ബിഹേവിയർ, സ്കൂൾ സൈക്കോളജി, ഫോറൻസിക് സൈക്കോളജി, സ്പോർട്സ് സൈക്കോളജി, റീഹാബിലിറ്റേഷൻ സെൻറ്റർ, cognitive and neuroscience and many more. Moreover, teaching and research in all these assorted fields assure a promising future of the student of psychology. സൈക്കോളജി എടുക്കുവാണെങ്കിൽ ഒരിക്കലും വെറുതെ ഇരിക്കേണ്ടി വരില്ല. ഇഷ്ടം പോലെ സൈക്കോളജി ഫീൽഡിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിയും ഇൻഡസ്ട്രി നേരത്തെ പറഞ്ഞ ആ ഒരു ഘട്ടങ്ങളൊക്കെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിന് വർക്ക് ചെയ്യാൻ പറ്റിയ ഫീൽഡൊക്കെയാണ്. ദെൻ ഇതൊന്നും അല്ലെങ്കിൽ തന്നെ ടീച്ചിങ്ങിൻ്റെ പ്രൊഫഷനും നമുക്ക് എടുക്കാൻ പറ്റും സൈക്കോളജിയിൽ. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഈ ഒരു സൈക്കോളജി കരിയർ എടുത്തു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കേണ്ടി വരില്ല. ഒരുപാട് സ്കോപ്പുള്ള മറ്റൊരു ഫീൽഡാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ദെൻ സൈക്കോളജിയും ഇതേപോലെ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഗ്രാജുവേഷൻ പ്രോഗ്രാം ഉണ്ട്. നമുക്ക് BSc സൈക്കോളജി നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ PG ഉണ്ട്, അതായത് PG പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ സൈക്കോളജി വിത്ത് സ്പെഷ്യലൈസേഷൻ
in clinical psychology, industrial psychology, health psychology, etc. സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ട് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ പറ്റും. അത് 2 year കോഴ്സ് ആയിരിക്കും. ദെൻ ഓപ്ഷണൽ PG ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് ഏരിയാസ് ഓഫ് സൈക്കോളജി തന്നെയാണ്. ദെൻ MPhil ഡിഗ്രി ചെയ്യാം, അതായത് MPhil ഡിഗ്രി ഇൻ ക്ലിനിക്കൽ സൈക്കോളജി എക്സെട്ര. സോ ഇതൊക്കെയാണ് സൈക്കോളജിയുടെ ഫീൽഡിൽ വരുന്ന കാര്യം. ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, വെറുതെ ഇരിക്കേണ്ടി വരത്തില്ല. എന്തായാലും നിങ്ങൾക്ക് ഒരു ബെറ്റർ കരിയർ തന്നെയായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് IIT. IIT എന്ന് പറയുമ്പോഴത്തേക്കും ഓർക്കും എന്താണ് ഹ്യൂമാനിറ്റീസുകാർക്ക് IITയിൽ കാര്യം എന്നല്ലേ. കാരണം പൊതുവെ സയൻസുകാരും എൻജിനീയേഴ്സൊക്കെയാണ് ഈ IITയുടെ ഫീൽഡ് ചൂസ് ചെയ്യാറ്. സോ ഹ്യൂമാനിറ്റീസിന് IIT വരുമ്പോഴത്തേക്കും ഭയങ്കര ഡൗട്ടാകും, നെറ്റൊക്കെ ചൊളിക്കും എന്തുകൊണ്ടാണ് IITയിൽ ഹ്യൂമാനിറ്റീസുകാർക്ക് കാര്യം എന്നുള്ളത്. അത് പറയാം. The field of humanities is an emerging one in India and one of the fastest growing too. A prestigious institution to study humanities is undoubtedly IIT Madras, which has an exclusive department devoted for this area of study. HSEE, Humanities and Social Science Entrance Examination conducted by the IIT Madras. Whatever stream you belong to, be it commerce, humanities or natural sciences, IIT Madras is there to offer you the desirable course if you are extremely inquisitive and highly motivated to pursue a course in arts and humanities. The HSEE is conducted for 2 integrated programs like Development Studies and English Studies. വല്ലോ മനസ്സിലായിക്കാണോ ഇല്ലാന്നറിയാം, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, IIT എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ് അതിൻ്റെ ഫുൾ ഫോം. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക്, ഇപ്പോൾ സയൻസുകാർക്കും എൻജിനീയേഴ്സും അല്ലെങ്കിൽ കൊമേഴ്സുകാർക്ക് മാത്രമല്ല, ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കും IITയിൽ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, അപ്പോൾ IIT മദ്രാസിൽ ഹ്യൂമാനിറ്റീസിന് തന്നെ ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ IITയിലുണ്ട്. അതായത് ഇപ്പോൾ ഈ HSEE എന്ന് പറയുന്നത് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ഇവിടെ നമുക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സാകണം. ഓക്കെ, അതാണ് HSEE, അതായത് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് എൻട്രൻസ് എക്സാമിനേഷൻ എന്നാണ് ഈ ഒരു എക്സാമിൻ്റെ പേര്. കൊമേഴ്സുകാർക്കും സയൻസ് എടുത്തവർക്കും എല്ലാവർക്കും ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാം അല്ലെങ്കിൽ എഴുതാം, ഈ ഒരു എക്സാം എഴുതാം. പക്ഷേ കുറച്ചും കൂടി പ്രയോറിറ്റി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നത് ഹ്യൂമാനിറ്റീസുകാർക്കാണ്. കണ്ടോ, അതായത് 2 കോഴ്സസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. MA ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ആൻഡ് MA ഇൻ്റഗ്രേറ്റഡ് ഇംഗ്ലീഷ് സ്റ്റഡീസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് +2 കഴിഞ്ഞതിന് ശേഷം MA പറ്റുന്നത്? അത് അങ്ങനെയല്ല, ഇത് ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ്. അതായത് ബാച്ചിലറിനൊപ്പം തന്നെ മാസ്റ്റേഴ്സും കൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണത്. അതുകൊണ്ടാണ് MA ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസും MA ഇൻ്റഗ്രേറ്റഡ് ഇംഗ്ലീഷ് സ്റ്റഡീസും വരുന്നത്, ഇൻ്റഗ്രേറ്റഡ് ആയതുകൊണ്ട്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വൺ MA ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ വരുന്നത് കൂടുതലും സോഷ്യൽ സയൻസ് റിലേറ്റഡ് സബ്ജക്ട്സ് ആണ്. അതുകൊണ്ടാണ് ഹ്യൂമാനിറ്റീസുകാർക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് അവരിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ IIT എന്ന് പറയുന്നത് സയൻസുകാർക്കും കൊമേഴ്സുകാർക്കും ഒക്കെ മാത്രമുള്ളതല്ല, ഹ്യൂമാനിറ്റീസുകാർക്കും പറ്റും. ഹ്യൂമാനിറ്റീസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് IITയിൽ ഉണ്ട്. ദെൻ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ജോലി കിട്ടും എന്നുള്ള ഡൗട്ട് ഉണ്ടാകും. നമുക്ക് NGOസിൽ അതുപോലെ തന്നെ ഗവൺമെൻറ് ഫേംസിലൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ UNDPയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് UNDP. UNDPയിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇതല്ലാണ്ട് ട്രെയിനേഴ്സായിട്ടും കൺസൾട്ടൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ IITയിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഹ്യൂമാനിറ്റീസുകാർക്കും ഉണ്ട്. അപ്പോൾ ഇത്രയും ഈ ഒരു 5 കോഴ്സസ് ആണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. ഇത് കൂടാണ്ട് ഇപ്പോൾ PSC പോലുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ കൂടുതലും ഹിസ്റ്ററി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരാൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് എക്സാം ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ ഹ്യൂമാനിറ്റീസ് എടുത്തെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഫ്യൂച്ചർ പോയെന്നും പറഞ്ഞ് ആരും ഇരിക്കണ്ട. ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് അവരുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തുറന്ന് കിടക്കുന്നുണ്ട്. നമുക്കത് മനസ്സിലാകാതെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് മറ്റുള്ള, അതായത് സയൻസും കൊമേഴ്സും ഒക്കെ വെച്ച് നോക്കുമ്പോൾ
സൊസൈറ്റി ആയിട്ട് കുറച്ചും കൂടി ഒന്ന് റിലേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ പറ്റിയ ജോബ്സ് നമുക്ക് ഹ്യൂമാനിറ്റീസുകാർക്ക് തന്നെയാണ്. കാരണം ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ സോഷ്യൽ വർക്കർ ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മൾ സൊസൈറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സൊസൈറ്റി ആയിട്ട് കുറച്ചും കൂടി ഇടപഴകി നിൽക്കുന്നത് നമ്മൾ ഹ്യൂമാനിറ്റീസുകാരാണ്. ഹ്യൂമാനിറ്റീസ് എടുത്തവർ ഒരിക്കലും വറീഡ് ആവണ്ട. അവരുടെ മുന്നിൽ ഒരു വിശാലമായ കടൽ പോലെ കുറേ ഓപ്പർച്യൂണിറ്റീസും സ്കോപ്പും ഒക്കെ ഉണ്ട്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കിയാൽ നിങ്ങളുടെ കരിയർ നല്ലൊരു ലെവലിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സോ അത് കൃത്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വെബിനാർ സെക്ഷൻ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വെബിനാർ സെക്ഷൻ. ആൻഡ് ഞങ്ങൾക്ക് ഈ ഒരു അവസരം, ഈ ഒരു വെബിനാർ ഞങ്ങൾ കണ്ടക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഈ ഒരു അവസരം ഒരുക്കി തന്ന ഞങ്ങളുടെ സെൻറ്റ് പീറ്റേഴ്സ് ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പൽ രാജി മിസ്സിനും, അതുപോലെ തന്നെ ഈ വെബിനാർ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, എല്ലാ ടീച്ചേഴ്സിനും, മറ്റെല്ലാ സ്റ്റുഡൻസിനും എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. സോ ഹ്യൂമാനിറ്റീസ് എടുത്തവർക്കും എടുക്കാൻ പോകുന്നവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഇത് കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു ഗൈസ്. ഗുഡ് നൈറ്റ്.